സമ്മതമുണ്ടോ? ഞാൻ തയ്യാറാണ്. അതല്ല സുഹൃത്ത്, ഒരു കാര്യം പറയാം. ഒരു പാലത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമല്ലോ. അത് വാദപ്രതിവാദം നടത്തുമ്പോ നിങ്ങൾക്ക് ഞങ്ങൾ തയ്യാറായി, നിങ്ങളുടേത് ഞങ്ങൾ തയ്യാറായി, നിങ്ങൾ നമ്മൾക്കും തയ്യാറായി. അത് തീരുമാനമായി. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞങ്ങള് മർക്കസ് മാത്രം പറയും, ഉച്ചയ്ക്ക് ശേഷം SKS നിഷേധിച്ച് എല്ലാം പറയും. അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഇപ്പൊ ഡേറ്റ് പറഞ്ഞു നിങ്ങളെ ഫോട്ടോസ് ഞങ്ങൾ കാണിച്ചു ചെയ്യാം. ഡേറ്റ് പറഞ്ഞു മാത്രം രാവിലെ ഉച്ചക്കേശത്തും പറയും. എന്തായാലും പേടി ഉച്ചക്കേശത്തും പറയും. ഇപ്പൊ 2 സെഷനായിട്ട് നടക്കട്ടെ. ധൈര്യണ്ടോ? നിങ്ങൾ പറയും ധൈര്യണ്ടെന്ന് പറഞ്ഞോളി. ധൈര്യണ്ടെന്ന് പറയാം. ആലോചിക്കണം. നിങ്ങൾ ഞങ്ങൾ തയ്യാറാണ് പറഞ്ഞു. അത് രാവിലെ നിബന്ധന എന്താണെന്നറിയോ? രാവിലെ മർക്കസ് മാത്രം ചർച്ച ചെയ്യും. ഇത് കണ്ട് രാവിലെ പേടി പിറ്റേഴ്സോട്ടെ. ഒരു ദിവസം മർക്കസ് മാത്രം ചർച്ച ചെയ്യും. 2ാമത്തെ ദിവസം SKSS നിഷേധിച്ച സർവ്വമുടി ചർച്ചയ്ക്ക് വരും. ആലോചിച്ച് വരും. അത് ഞാനാണ് ആലോചിച്ച് വരുമ്പോഴേ ഞങ്ങളാണ് ശുക്രൻ നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങളോട് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതായത് ഒരു പാലത്താൽ അങ്ങോട്ട് കൂടി പോകണം. മർക്കസിന് ഒരു മാത്രമല്ല എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. SKSവരെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ നമുക്ക് വേണമെങ്കിൽ മർക്കസ് മാത്രം ചർച്ച ചെയ്യാം. പക്ഷെ നിങ്ങൾ നിശ്ചയിച്ച മറ്റു മുറികൾ ഉണ്ടായതുകൊണ്ട് നിർബന്ധമായും മറ്റു മുറികൾ ചർച്ച ചെയ്തേ പറ്റൂ. അത് ഉച്ചയ്ക്ക് ദിവസം നടക്കും. ഈ പേടിയാണ് പിറ്റേ ദിവസം നടക്കും. അതിന് തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സെക്രട്ടറിയാണ് അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരെന്ന നിലയിൽ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മർക്കസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി ഇതേ വിധാനത്തിൽ നിന്നുണ്ടാണ് മറുവാദം സമ്മതിക്കേണ്ടത് സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ അവരുടെ നേതൃത്വത്തെ ഇവിടെ കൊണ്ടുവന്ന് പരിഹാസരാക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകും. പെട്ടെന്ന് ആലോചിച്ച് വരുന്നതാണ്. അല്ലെങ്കിൽ ആലോചിച്ചു 2 കോടി ചർച്ച ചെയ്യാനുള്ള ഡേറ്റാണ് വേണ്ടത്. അല്ലാതെ ഒന്നും മാത്രമല്ല. അത് പറ്റും. അതിന്റെ ദൂരം കാണും. എന്താ എല്ലാവർക്കും ഭക്ഷണം നിന്നും എല്ലാവർക്കും അറിയും. നിങ്ങൾ എന്താ വെല്ലുവിളിച്ചിരിക്കുന്നത് സാധാരണ ഏത് സംവാദത്തിന്റെ വെല്ലുവിളികൾക്കും 2 സംഘടനകൾ പരസ്പരം കത്ത് കൈമാറാനുണ്ട്. ഇദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന് കത്ത് ഉസ്താദിന് കൈമാറാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായി ഉസ്താദ് തിരിച്ച് ഒരു ഉപാധി കൂടി വെച്ച് മറ്റൊരു കത്ത് സമർപ്പിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അല്ലാതെ ഏകപക്ഷീയമായ ഒരു അംഗീകാരമല്ല ഒരു സംവാദത്തിന്റെയും കത്തിൽ സാധാരണ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ നേതാക്കൾ തന്നെ സാധാരണ സ്വീകരിക്കുന്ന ശൈലിയാണിത്. അതുകൊണ്ട് 2ാമത് ഉസ്താദ് ചോദിച്ചതിന്റെ മറുപടി കൂടി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജനലക്ഷങ്ങൾ സാക്ഷിയാക്കിയിട്ട് സഹോദരന്മാരെ, ഇവിടെ അദ്ദേഹം ചോദിച്ചത് മർക്കസിലെ ഷെയർ മുബാറക്കിനെ കുറിച്ച് 2 മിനിറ്റ് മർക്കസിലെ ഷെയർ മുബാറക്കിനെ കുറിച്ച് സംവാദത്തിനുണ്ടോന്ന്. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു സംവാദം നടത്തിയാൽ അത് അവസാനമാകണം. അതുകൊണ്ട് ഞങ്ങളിപ്പം മർക്കസിൽ ഇപ്പോഴുള്ള മുടിയെക്കുറിച്ച് സംവാദം നടത്തി തീർന്ന് പിറ്റേ ദിവസം വെല്ലൂരിലെ മുടിയെത്തിയ 2ാമത് പിന്നെ സംവാദം നടത്തണ്ടേ? വേണ്ടേ? അപ്പൊ അത് പറ്റൂല. നമ്മൾ ചേളാരി വിഭാഗം ഇതിന് കൊണ്ടുവന്ന ഒരു അടിസ്ഥാനമുണ്ട്, ഒരു ഉസൂല്. അതെന്താണ്? സനദുണ്ടായാൽ പോരാ. സനത് ഉണ്ടായാൽ പോരാ. AP ഉസ്താദ് കണ്ടാലും പോരാ. AP ഉസ്താദിന്റെ കീഴിലുള്ള മുസാവറ കണ്ടാലും പോരാ. പിന്നെ എന്ത് ചെയ്യണം? ലോകത്തൊരു മുസ്ലിമിന് ഒരു ഷെയർ മുബാറക്ക് കൊണ്ട് ബർക്കത്തെടുക്കാൻ അത് ആദ്യം ചേളാരി കൊണ്ടുവരണം. എന്നിട്ട് സനത് കാട്ടിക്കൊടുക്കണം. സനതില്ലെങ്കിൽ ചിരട്ട കത്തിച്ച് കാട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ കഴുകി പിന്നെ കൂടി ചിരട്ടോണ്ട് കത്തി. അപ്പൊ ഇത് ഞങ്ങൾ പറയുന്നത് അഹമ്മദ് ഖസ്റജിയുടെ കയ്യിലുള്ള ഷെയർ മുബാറക്ക് ഞങ്ങളെ കയ്യിലെത്തുന്നത് വരെ അത് ശരിയാണ്. പിന്നെ ഞങ്ങളെ കയ്യിലെത്തിയപ്പോഴാണ് 2ാമത് പിന്നും വിവാദം ഉണ്ടായത്. ഇനി ഞങ്ങൾ ഒരു ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ നമ്മൾ സംവാദം നടത്തുമ്പോൾ ഒരു ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ നമ്മൾ സംവാദം നടത്തുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിന്മേല പിടിക്കാം. അടിസ്ഥാനം എന്താണ്? ഷെയർ മുബാറക്ക് ഉണ്ടായാൽ പോരാ, അതിന് മുത്തുനബിൻ്റെതായാൽ പോരാ, സനത് ഉണ്ടായാൽ പോരാ, ചേളാരിയിൽ കാണണം. അങ്ങനെ ചേളാരിയിൽ കണ്ട ഒരു സനത് ഉള്ള ഷെയർ മുബാറക്ക് ലോകത്തില്ല എന്നാണ് ഞങ്ങൾ വാദിക്കുന്നത്. ഉണ്ട് എന്ന് നിങ്ങൾ വാദിച്ചാൽ പിന്നെ മർക്കസിൽ ഇപ്പോൾ സ്വാഭാവികമായി കൊണ്ടുവരാറിന് പോയതാണ്. അതൊക്കെ പിന്നെ നമ്മൾ വിവാദം തല്ലി കൊടുക്കണം. അത് പറ്റൂല. ഇതോടുകൂടെ തീരുമാനമാകണം. അപ്പൊ അതോടുകൂടെ തീരുമാനമാകാനാണ് ഞങ്ങൾ പറഞ്ഞത്. എന്ത്? നിങ്ങൾ കണ്ട ഒരു അസുലുണ്ട്. ആ അസുൽ ഇസ്ലാമിൽ ഇക്കാലം വരെ ഒരു പണ്ഡിതനും പറയാത്തത്. ആ
അത് ഇസ്ലാം ദീനിൽ മാപ്പിളവാദിയിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഈ സംവാദത്തോടുകൂടെ ഇതിന് തീരുമാനാകണം. ഇതിന് മാത്രമല്ല, മർക്കസിൽ ഇപ്പോഴുള്ള മുടുക്ക് മാത്രമല്ല തീരുമാനാകേണ്ടത്. ഇന്നും മർക്കസിൽ കുറെ വരാണ്ട് ഏകസ്ഥാനങ്ങൾ എന്താ മനസ്സിലാക്കി. അപ്പൊ അവിടെ ഇനി ഷാറ് മുബാറക്ക് വന്നാൽ ആ ഷാറ് മുബാറക്കും കൂടി തീരുമാനാക്കാൻ പറ്റിയൊരു സംവാദം. അതാണ് പയസനി പറഞ്ഞത്. അതിന് ഞാൻ രസമെന്നോ പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞതെന്നെ പറയാനാണെങ്കിൽ അത് ചാനലൊക്കെ ഇനി നമുക്ക് ഫീഡ് ഇറക്കാനുള്ളതല്ല, ആവർത്തിക്കരുത്. അടുത്തത് പറയും. ഞാൻ പറഞ്ഞത് ഒരു ഷാറ് മുബാറക്ക് ഇനി മർക്കസിലെത്തിയാൽ ഇനി നമ്മൾ തല്ലൂടരുത്. ആ തീരുമാനാകണ കോലത്തിലുള്ളൊരു സംവാദം. ആ സംവാദം പിന്നെ നമ്മൾ സംവാദത്തിലേക്ക് ഞങ്ങൾക്കൊക്കെ പണി വരണം. വേറെ പണിയൊക്കെ ഉള്ള സുഹൃത്തല്ലേ. നിങ്ങളെ സമീപനത്തിന് നമുക്ക് സാധാരണ എസ്കേക്കാരുടെ കണ്ണും വരുന്നത് കാണുന്നില്ല. അന്ന് നമുക്ക് ഇതായിക്കോട്ടെ. അപ്പോ കാരണം എസ്കേക്കാരന് ഇങ്ങനെ നമ്മളെ മുന്നിൽ ഇത്ര നല്ലേക്ക് തിരിക്കാൻ കഴിയില്ല. അള്ളാഹു അതിന്റെ വർക്കത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതായിട്ട് വരട്ടെ. അതുകൊണ്ട് സുഹൃത്തെ, മാന്യമായി സ്നേഹത്തോടെ പറയണം, നമ്മളൊരു സംവാദത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ആ സംവാദത്തോടുകൂടെ ലോകത്തുള്ള ഷാറ് മുബാറക്ക് ഏതാണ് ഷാറ് മുബാറക്കെന്നും ഏതാണ് ഷാറ് മുബാറക്ക് അല്ലാന്നും തീരുമാനാകണം. അല്ലാതെ മർക്കസിലെ മുടിക്കായിട്ടൊരു ഹുക്കുമില്ല. അത് നിങ്ങളെ അമ്പലക്കടയിൽ കത്തിച്ചതാണ്. പറഞ്ഞതെന്നെ പറയരുത്. ഈ സംവാദം വെച്ച് മാത്രമേ തയ്യാറല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ പറയട്ടെ, അതിന് ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ആ സംവാദം കഴിഞ്ഞ് മർക്കസിലെ മുടി ശരിയാന്ന് തിരിഞ്ഞാല് പിന്നെ ഇപ്പോൾ അല്ലല്ല ഇല്ല, അവസാനിക്കൂല. അഹമ്മദ് ഖദ്റജിയുടെ കയ്യിൽ മുടി ഷെയർ മുബാറക്കാണ് ഞങ്ങൾ മുമ്പ് പറഞ്ഞില്ലേ. അത് മർക്കസിലെത്തിയപ്പോൾ നിങ്ങൾക്ക് മുടി അറബിക്കൊള്ളിൻ്റെതായി. ഇപ്പൊ വെള്ളിയിലത്തെ മുടിയാണെങ്കിലും അത് മുഖ്യ വെള്ളം വിൽക്കാമെന്നാണ് നിങ്ങളുടെ നിലപാട്. ഇനി അഥവാ നമ്മൾ ഈ ഷെയർ മുബാറക്കിന്റെ സംവാദം കഴിഞ്ഞ് മർക്കസ് റസൂലുള്ളാന്റെ ഇങ്ങനെ തീരുമാനമായി രണ്ടാം ദിവസം വെള്ളിയിലത്ത് വെക്കുക, രണ്ടാമത് പിന്നെ നമ്മളെ ഇറക്കിയിരിക്കണ്ടേ. ജനങ്ങൾ സംശയം തീർന്നാൽ ജനങ്ങൾക്ക് സംശയമല്ല, എസ്കക്കാർക്ക് പറയും ജനങ്ങൾക്ക് സംശയമല്ല, ഈ ഒറ്റ ജനങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അത് കേളാരയുടെ ഓഫീസിലുള്ള കുറച്ച് ഉസ്താദുമാരെ, കുറച്ച് മൂല്യന്മാരാണെന്ന് തോന്നുന്ന ആൾക്കാരുടെ സംശയം. ആ സംശയത്തിനാണ് നിങ്ങൾ ഈ ചെലവ് മുഴുവാക്കുന്നത്. നിങ്ങൾ ആലോചിച്ചത് സുഹൃത്ത്, ഇതിന്റെ വല്ല നഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്തിരുന്നൊരു വിദ്യക്കുണ്ട്. ഇവിടെ എന്താ സംവാദം നടത്തി തീരുമാനമാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളിവിടെ കച്ചവടമുണ്ടായി എഴുത്ത് കടലാസിന് തന്നാൽ മതി, നമ്മൾ കടലാസിലാണ് തരും. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയും. അത് കടലാസിൽ തരുന്ന പിന്നെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, അത് നിങ്ങളിപ്പോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങളെ മനസ്സിന് വരുന്നത് ചോദിക്കണം. അത് നമ്മൾ റെഡി. അതിന് കത്തുങ്ങളും തേരി നമ്മളൊരു കത്തങ്ങോട്ടും തരാം. ക്ലിയർ. നിങ്ങളൊരു കത്ത് തരല്ലേ, കത്തല്ലേ തരുന്നത്, അതിന് മറുപടി കത്തല്ലേ. ആ കത്ത് കിട്ടും, നിങ്ങളത് കൊടുത്തോളൂ. അത് തീരുമാനം അതങ്ങനെ ചോദിച്ചാൽ വേറെ ഞാൻ പറയട്ടെ, സംഗതി നടക്കല്ലേ വേണ്ടത്. ഞങ്ങളെന്ത് ചോദിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ വാളെടുത്ത് ചാടാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു നേതൃത്വം ഉണ്ട്. ഒരു യൂണിറ്റ് കമ്മിറ്റിക്ക്, ഒരു പഞ്ചായത്ത് കമ്മിറ്റി, സെക്ടർ കമ്മിറ്റി ഉണ്ട്. അതിന്റെ മേലെ ഒരു മേഖലാ കമ്മിറ്റി, ഡിവിഷൻ കമ്മിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ വാളിട്ട് വെളിച്ചപ്പാടാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ പെണ്ണുങ്ങളാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ആൺകുട്ടിനെ പറഞ്ഞത് സംഗതി നടക്കാനല്ല, അതിന്റെ മുൻപ് കുറെ ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കിട്ടിയില്ല എനിക്ക്. കാരണം അടുത്ത ചോദ്യം, വിഷയത്തിന് സംശയമില്ല. അതായത് വിഷയത്തിൽ സംശയമുള്ളതാണ് ചോദിക്കേണ്ടത്. അത് സംവാദം ചെയ്യാനാണ് നമ്മൾ പകുതി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഈ സംബന്ധമായി ഇപ്പോൾ ഇവിടെ പറഞ്ഞു. അതിൽ വല്ല സംശയമുണ്ടെങ്കിൽ പറയാവുന്നതാണ്. നോക്കി പെട്ടെന്ന് സംശയങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ. എനിക്കുള്ള സംശയം സാധാരണ കത്തിച്ച് പരിശോധിക്കാൻ പറ്റുമോ എന്നാണ്. ഇത് സംസാരിച്ചത് SKSFന്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്ന അബ്ദുസമദ് അന്തരിയാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇപ്പോൾ ചോദിച്ചത് ഷാർ മുബാറക്ക് കത്തിച്ച് പരിശോധിക്കാമോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഞാൻ മറുപടി ഇപ്പോൾ പറയും. അതിന്റെ തൊട്ട് മുമ്പ് നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് വന്നു നമ്മളൊരു സംവാദത്തിന് വെല്ലുവിളിച്ചു. ബഹുമാനപ്പെട്ട നിഷാദ് ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ ഒരുക്കമാണ് 2 സെഷനായി നടത്താം. കാരണം SKSFന്റെ ആളുകൾ മർക്കസിലേക്ക് ലഭിച്ച തിരുകേശത്തെ വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പുതിയൊരു നിയമമുണ്ടാക്കി.
ആ നിയമത്തോടുകൂടി ഇന്ന് ലോകത്തുള്ള മുഴുവൻ ഷാറ് മുബാറക്കുകളും വ്യാജമാണ്, വിവാദത്തിലാണ്. അത് ഇവിടെ ഞങ്ങൾ സത്യധാരയും മറ്റും പറഞ്ഞു. ഇനി നിങ്ങളതിന് ശരിക്കും കേട്ടോളൂ. നമുക്കൊരു ദിവസം സംവാദം നടത്തുമ്പോൾ മർക്കസിലെ മുടി ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം നിങ്ങൾ നിഷേധിച്ച മറ്റൊരു മുടി, അത് ഏതാണെന്ന് കേൾപ്പിക്കാം. നമ്മുടെ ഇവിടെ വന്ന് പ്രസംഗിച്ച തോട്ടുമുക്കം ഇസ്മായിൽ എന്ന് പറഞ്ഞ ചങ്ങാതി, അയാളൊക്കെ ഇപ്പോൾ ഉലമാ സമ്മേളനത്തിലെ വലിയ നേതാവാണ്. അയാള് പ്രസംഗിക്കുന്നത് ശരിക്കും എല്ലാവരും കേട്ടോളൂ. അദ്ദേഹത്തിന്റെ മുബാറക്കയിലെ 10ാമത്തെ ശരിക്ക് കേട്ടോളൂ. നിങ്ങൾ വെറുതെ പറയല്ല, എല്ലാം കൂടി ശരിക്കാം. ഓക്കെ തോട്ടുമുക്കം ക്ലിയറല്ലേ? അത് ചേരും കോളം കൊണ്ടെങ്കിൽ കൈക്കോട്ടത്തിനാണ് മനസ്സിലാക്കണ്ട. ഇനി അതാ നല്ലത്. ഇനി കൈക്കോട്ടത്താണ് പൂളാക്കാണ് നല്ലത്. ഈ പണിക്കവർ പറ്റില്ല. തലക്കവർക്ക് ചൂടാണ്. ദീന് പറയാൻ വരുന്ന ഇവർക്ക് തലക്ക് ചൂടാ. രണ്ടിന്റെ പ്രസംഗത്തിനും ബഹുമാനപ്പെട്ട പേരോടുസ്താദ് 8 മണിക്കൂറോളം കുറ്റാളിയിൽ വെച്ച് പ്രസംഗിച്ചിട്ട് അത്തലയ്ക്ക് യാതൊരു ചൂടുമില്ല. ഇവർക്കൊക്കെ ചൂടാണ്. ഈ ചൂടിന്റെ അന്ത്യമെന്താണെന്ന് നിങ്ങൾ അടുത്തറിയാനിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ സ്വർഗ്ഗം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തോട്ടുമുക്കം എന്ന് പറയുന്ന ഇയാൾ കൊണ്ടോട്ടിയിൽ വെച്ച് ഇവരുടെ നിരവധി പണ്ഡിതന്മാരും കുറെ ആളുകൾ സംഗമിച്ച ഒരു വേദിയിൽ വെച്ച് ഇയാൾ പ്രസംഗിച്ച ഭാഗമാണ്. നിങ്ങൾ അതിന് അതെ ശബ്ദം കിട്ടുന്നു. തർക്കമില്ല. ശബ്ദം ഡൽഹി ജുമാ മസ്ജിദിലുള്ളത് തലമുടിക്ക് തെളിവുണ്ടോ? ഡൽഹി ജുമാ മസ്ജിദ് തലമുടി അല്ലല്ലേ, താടിരോമാണ്. അതും സനത് സ്ഥിരപ്പെട്ടിട്ടില്ല, എല്ലാ ഉലമാക്കന്മാരും സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ രാജാംശം കൊണ്ടുവരുന്നതാ പറയണത്. മനസ്സിലായില്ലേ? എന്നാണ് സത്താഫിയിലെ ഒരു പ്രത്യേക നോട്ടീസ് വന്നു. ഡൽഹി ജുമാ മസ്ജിദിൽ ഇപ്പോ പേര് തിരുവേഷത്തിന് പറയുന്നത് ഡൽഹി ജുമാ മസ്ജിദിലുള്ള തിരുവേഷം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുകേശം ഡൽഹി ജുമാ മസ്ജിദിലുണ്ട്. അത് സമുദായം മുസ്ലിം ലോകം അംഗീകരിച്ചു പോരുന്നവരാണ്. ഈ ഷഅർ മുബാറക്ക് മർക്കസിൽ എത്തി ഉസ്താദിന് ലഭിച്ചപ്പോൾ പലതും നിഷേധിച്ചു. കൂട്ടത്തിൽ തൊണ്ടോട്ടിയിൽ വെച്ച് ഇയാൾ പ്രസംഗിക്കുന്നു. ആ തിരുകേശത്തിന് ശരിയായ സനദില്ല. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? ആ തിരുകേശം സന്ദർശിക്കാൻ വേണ്ടി ഒരു സഖാഫി കുറെ ആളുകളെയും കൂട്ടി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നത് ഇയാൾ പരിഹസിക്കുകയാണ്. ഇയാളും സക്കരിയ സലാമിയും ബറാബറാകുമ്പോൾ തുല്യമാണ് എന്ന് നിങ്ങൾ വെറുതെ പറയല്ല, മോഡിക്ക് വേണ്ടി പറയല്ല, 100% ബോധത്തോടുകൂടി പറയുന്നു. ഇയാൾ പറയുന്നത് വേണ്ടി കേട്ടോ. തിരുകേശം കാണാൻ ആസുലഭ ആസമർദ്ദം അജ്മീർ ഡൽഹി ടൂർ. തിരുകേശത്തിനെ പറ്റി ഇതൊരു പുസ്തകത്തിൽ നിങ്ങളെ മഞ്ചേരി മണ്ടമ്പർദ്ദാത്തുള്ള ഒരാളാണ് പുസ്തകം. അവിടെ ഉള്ളത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ നിഷേധിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അത് എന്താ കാര്യം? ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നിഷേധിക്കുന്നില്ല. അംഗീകരിക്കുന്നില്ലാണ് നിഷേധമല്ലേ? അംഗീകരിക്കുന്നില്ലാണ് നിഷേധമല്ലേ? അതുകൊണ്ട് ഇവിടെ സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ച് എസ്റ്റാസിന്റെ പ്രവർത്തകർ ഞങ്ങൾ പറയുന്നു, ഒരു ദിവസം സംവാദം നടക്കട്ടെ, ഉച്ചന് മുമ്പ് മർക്കസിൽ നടക്കട്ടെ. ഉച്ചന് ശേഷം നിങ്ങൾ നിഷേധിച്ച ഈ ഡൽഹി ജുമാ മസ്ജിദിലുള്ള ഷഅർ മുബാറക്ക് തന്നെ ആവട്ടെ. ആണത്വമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പണ്ഡിതമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ തയ്യാറാകണം. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഷഅർ മുബാറക്ക് കരിച്ച് പരിശോധിക്കാമോ എന്നുള്ളതാണ്. ഇവിടെ തന്നെ മനസ്സിലാക്കും. ഞങ്ങൾ ബോംബെയിലേക്ക് ഇവർ ഈ ചിത്രമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഉസ്താദൊക്കെ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ പറയാണ്, ഷഅർ മുബാറക്ക് ഹബീബ് ഇവർ പരിശോധനന്റെ ആളുകളാണെങ്കിൽ ഒരു നിയലിന്റെ പരിശോധന ഉണ്ടല്ലോ, അതിന്റെ മുമ്പ് തന്നെ കരിക്കണോട്ടിട്ട് ചാടുന്നു. നിയലും നോക്കിയിട്ടൊരു പരിശോധന, അതിന്റെ മുമ്പ് തന്നെ ഇവർ കരിച്ചുകൊണ്ട് പരിശോധിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ആ വാദത്തെ ഒരു നിലക്കും ഒരു അംഗീകാരവും ഞങ്ങൾ അതിന് കൊടുക്കുന്നില്ല. ഇത് കരിക്കണമെന്ന് ഈ പരിശോധന കൊണ്ടുവന്നത് ആരാണെങ്കിൽ അത് ചെറുശ്ശേരി ദൈനദിന ആരാണ് ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹം മലപ്പുറത്ത് വെച്ചിട്ട് ഒന്ന് പറഞ്ഞു, അത് കേട്ടോളൂ. 14 ചെറിയൊരു ഭാഗം. നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു രേഖ മാത്രം ഞാൻ അതിന്റെ ഉയർത്തിക്കൊണ്ട് എന്റെ പ്രശ്നം ഞാൻ ഒരുക്കുകയാണ്. അവിടെ പോയി ഇപ്പൊ പാല അപ്പൊ മഹാനഗറുകൾ പറഞ്ഞു, യാ ജാലിയ ഈ അടുപ്പിലിടും
നിങ്ങളുടെ ലാസ്റ്റ് അങ്ങനെ ഫൗഖത്തുഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർറ അലാ വുജൂദിൽ അംബിയാഇ അമ്പിയാക്കന്മാർ അദ്ദേഹത്തിൽ കൂടെ അവരെ താടിന് കൂടെ അവരെ തലങ്ങൾ കൂടെ നടന്നതായിരിക്കുന്ന ആ ഷൗവൽ തീയിനെ അത് നശിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ തങ്ങളെ തലന്റും താടിനൊക്കെ അതിനെ കൂടെ മുടി തീയിട്ടിട്ട് യാതൊരു ചോദില്ലെങ്കിൽ അതിനെ വല്ല രാസവളങ്ങളും വളവും ഉപയോഗിക്കാത്ത രീതിയിൽ ചോദില്ലെങ്കിൽ അതിനെ വല്ല രാസവളങ്ങളും വളവും ഉപയോഗിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് കഴിയലേക്കുണ്ടെങ്കിൽ അത് അടുപ്പിക്ക് നല്ല ചിരട്ടകൾ ഉണ്ടാക്കിയിട്ട് അയക്കാനില്ല. ഇങ്ങനത്തെ യാതൊരു ചോദ്യവും ഇല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചു. ഈ അടിസ്ഥാന പ്രകാരം തങ്ങളായതിനെയാണ് റദ്ദാക്കുന്നത്. അവിടെയാണ്. അപ്പൊ ചെറുശ്ശേരി എന്താ പറഞ്ഞത്? എല്ലാവരും മുന്നോട്ട് നിന്നിട്ട് സഹകരിക്കണം, ചേറ്റക്കണൽ ഉണ്ടാക്കി അടുപ്പിക്കാണ്ട് കിട്ടുക. എന്താണ് ആ വർത്തമാനത്തെ ആ വാക്കിന്റെ ഒരു ശൈലി നോക്കി നിങ്ങൾ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കുമായി ബന്ധപ്പെട്ടുള്ള സംസാരത്തിന്റെ ശൈലിയാണ്. അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ? ചേറ്റക്കണൽ ഉണ്ടാക്കി അയക്കാൻ ഇട്ടിട്ട് അത് കരിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് റസൂലുള്ളാഹിന്റെ മുടി തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ അടുത്തുള്ള മുസ്തഫ ഫൈസി കഴിഞ്ഞ മലപ്പുറം സമ്മേളനത്തിൽ വന്നു. അയാൾ ലാസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് മുസ്തഫ ഫൈസി. അവിടെ വെച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കരിക്കനെ സംബന്ധിച്ച് മൂപ്പറെന്ന് പറഞ്ഞു, ചെറുശ്ശേരിനെ മൂപ്പർ തിരുത്തി. അവിടെ ഏതാണെങ്കിലും ശരി, ഓനെന്ന് തീരുമാനിക്കട്ടെ. 12 കൊടുത്ത് മുസ്തഫ ഫൈസി പറഞ്ഞപ്പോൾ ഏതായാലും ഞങ്ങളത് വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെതായ തെളിവ് വേണം, രേഖ വേണം. ഇനി ഒരു രേഖയും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ആ മുടിയൊന്ന് കരിച്ചു നോക്കാം. കഴിയുന്നില്ല എങ്കിൽ അത് റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്ന് ആലോചിക്കാവുന്നതാണ്. കഴിയുന്നില്ലെങ്കിൽ അയാൾ പറയണേ റസൂലില്ലാതാണോ എന്ന് ആലോചിക്കാവുന്നതാണ്. എന്നാ പിന്നെ കരിച്ച് കഴിയുന്നില്ലെങ്കിൽ റസൂലുള്ളാഹിന്റേതാണ് ആലോചിക്കാവുന്നതാണ്. ഇനി ബാക്കി പിന്നും പറയുന്നു. കഴിയുന്നില്ല എങ്കിൽ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് ആലോചിക്കാവുന്ന അതും അത്രേ പറയാവൂ. കഴിയാത്തതൊക്കെ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടോ? എന്താ പറഞ്ഞത്? കരിഞ്ഞിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹിനെ ആലോചിക്കാം, കരിയാത്തത് റസൂലുള്ളാഹിനെ പറയാൻ പറ്റുമോ? അപ്പൊ അവര് തന്നെ ചെറുശ്ശേരി വാദം കൊണ്ടുവന്നു. മുസ്തഫൽ വെച്ച് മലപ്പുറത്ത് വെച്ച് ഞെട്ടിക്കുന്ന ആ സമ്മേളനത്തിൽ വെച്ച് ആ വാദം പൊളിച്ചു കളഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവേഷം അത് നമ്മുടെ പൂർവികരായ മഹാന്മാർ പറഞ്ഞു തന്നാൽ ഹദ്രജിയെ പോലത്തെ ജാലിയാവാനെ പോലെയുള്ള അയാൾക്ക് വളരെ മഹത്വമുള്ള വ്യക്തിയാണ്. തീർ എന്നാണ് ഉറുദുവിൽ അവിടെ പ്രയോഗിക്കുന്നത്. വലിയെന്നുള്ള ഞങ്ങൾ വെറുതെ പറയല്ല, അങ്ങനെ തന്നെയാണെങ്കിലും തീർ എന്നും ബഹുമാനപൂർവ്വമാണ് അദ്ദേഹത്തെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള മുൻഗാമികൾ പറഞ്ഞാൽ അത് നമുക്ക് സ്വീകാര്യമാണ്. അല്ലാത്ത ഈ വാദങ്ങൾ പതുക്കെ പുറത്താണ്. അല്ലാഹു നമ്മെ ഇവരെ ഈ വക വാദങ്ങളിൽ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിന് പകരം മുഹമ്മദ് ഹസനെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൽഹുജ് മുടി കത്തിച്ച് പരിശോധിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അത് ഇവിടെയും വേദനയില്ലേ? പകരം മുഹമ്മദ് ഹസന്റെ പ്രസംഗത്തിലുണ്ട് കൽഹുജ് മുടി കത്തിച്ച് പരിശോധിച്ചിട്ടുണ്ടെന്ന്. അന്ന് അപ്പം അടുത്ത സമയം അങ്ങനെ ചെയ്ത് അല്ലാണ്ട് സംശയം തീർത്തു കൊടുത്തൂടെ? അങ്ങനെയല്ല. ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഹദ്രജ് കഴിച്ചു അല്ലെങ്കിൽ ജാലിയാവാന കഴിച്ചു അവരാരെങ്കിലും കഴിച്ചാൽ തന്നെ ആ വാദം നമ്മൾ പ്രസംഗം കേട്ടിട്ടില്ല. ഒന്ന്, ഇനി നിങ്ങളുടെ വാദത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞത് അനുസരിച്ച് അങ്ങനെ ആണെങ്കിൽ തന്നെ അതിവിടെ ഇസ്ലാമിൽ ഷാർ മുബാറക്കാണോ അല്ലേ എന്ന് അളക്കുവാനുള്ളൊരു മാനദണ്ഡമായിട്ട് നമ്മൾ ഗണിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു മഴുവിന്റെ ആ ഒരു മഴു, ഇരുമ്പിന്റെ മഴു അത് അടുപ്പിച്ചിട്ട് നിൽക്കുക. അത്
അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഷെഹർ മുബാറക്കാണ് പറയേണ്ടി വരില്ലേ? അപ്പൊ അടുപ്പത്തിട്ട് കരിയാത്തതൊക്കെ ഷെഹർ മുബാറക്കാണെന്ന് വിധി എഴുത്തുകയാണെങ്കിൽ അതൊക്കെ ഷെഹർ മുബാറക്കാണെന്ന് വിധിക്കേണ്ടി വരും. അതുകൊണ്ട് അതിലേക്കുള്ള മാനദണ്ഡമല്ല, അതാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഹദർ പിന്നെ അടുപ്പിലിട്ടിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് ഈ ഉമ്മത്ത് മനസ്സിലാക്കുന്നു. ആണോ അല്ലേ എന്ന് പരിശോധിക്കുവാനുള്ള മാനദണ്ഡമായിട്ട് അതിനെ ഗണിക്കാവുന്നത് അല്ല. നിങ്ങൾ കത്തിച്ച് നോക്കിയാൽ ഇസ്ലാമിന് പുറത്തു പോകുന്ന വഴിയാണെന്ന് ഇതിനു മുന്നേ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടതായി. ആയ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടു? അല്ല, ഓർക്കുന്നുണ്ട് ചെറുതായി. ഇങ്ങനെ കത്തിച്ച് ഷെഹർ മുബാറക്കിനെ നിന്ദിക്കുക എന്നുള്ള രൂപത്തിൽ തീയിലേക്കിട്ടാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്, യാതൊരു സംശയമില്ല. അല്ലാത്ത രൂപത്തിലാണെങ്കിൽ അനുഭവം. പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക. സ്ഥാപനത്തിനോട് മറുപടി പറയാൻ ചോദിക്കും. പ്രസക്തമായ ചോദ്യങ്ങൾ പേര് ചോദിച്ചോ. കാന്തപുരം ഉസ്താദ് മുടി കഴിക്കുന്നതിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. മുഖാമുഖത്തിൽ ഞാൻ ചോദിച്ചിരുന്നു നടന്നപ്പോൾ അവിടെ ബുക്ക് എഴുതിയിട്ടുണ്ടോ? ഉസ്താദ് അങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടില്ല. അത് അവർ പറഞ്ഞ കളവുകളിൽ ഒരു കളവായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാന്തപുരം ഉസ്താദ് അങ്ങനെ എഴുതിയിട്ടില്ല. ഇല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എല്ലാവരും നിങ്ങളെ തെറ്റിദ്ധാരണ മാറ്റിപ്പെടുന്നത്. അബ്ദുൽ കരീം എന്റെ പേര് SKSF പ്രവർത്തകനാണ്, നാന്നാളൂര്. ഇന്ന് വിവാദത്തിലുള്ള മുടി, മർക്കസിലുള്ള മുടി ഇത്ര നേരം പ്രസംഗിച്ച് ഉസ്താദ് പറഞ്ഞു. അത് മർക്കസിലെ മുടിയാണെന്ന് നാന്നാളൂര് മർക്കസിലുള്ള മുടിയാണെന്ന് ഇത്ര നേരം ഞാൻ പ്രസംഗം കേട്ട് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മർക്കസിലെ മുടിയാണെന്ന് ഉറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തന്നു. മർക്കസിന് മുടി ഷെഹർ മുബാറക്കാണെന്ന് ഉറപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നിങ്ങൾ പറയുന്നു അത് വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞു റെഡിയായതാണ്. അത് ഒരു സംശയമുള്ള ഒരു വിഷയം സദസ്സിന് എല്ലാവർക്കും ഒരു ബോധ്യപ്പെടും. എത്രത്തോളം ചോദിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വലിയൊരു പണ്ഡിതനാണ് കാന്തപ്രസ്ഥാനങ്ങൾ അറിയിച്ചാൽ. ഏതായാലും ഹദ്റജി നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണ്. ഹദ്റജിയുടെ വാക്ക് തന്നെ ഞാനിവിടെ കൊണ്ടുവന്നു. ഹദ്റജിയുടെ ഒരുപാട് അഭിനയം കൊണ്ടുവന്നു. പുരുഷനുണ്ടാവുന്ന ഷെഹർ മുബാറക്കിൽ നിന്നാണ് ഞാനിത് കൊടുക്കുന്നത് എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. നേരത്തെ മുഹമ്മദ് ഇക്ബാൽ ജാലിയാവാല എന്ന മഹാനിൽ നിന്നാണ് കിട്ടിയത് എനിക്ക് SKSF സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എന്ന് മാത്രമല്ല SKSFന്റെ സമന്വയനായ നേതാവ് അമ്പലക്കിടവ് പൈസ അടക്കം അത് റസൂലുള്ളാഹി തങ്ങളുടേതാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടു. ഇതെല്ലാം കേട്ടിട്ടും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. മുഹമ്മദിന്റെ അടുത്താൽ മുടിയുള്ളത് ഉസ്താദ് പറഞ്ഞു കസരജ് തെളിവ് സേതങ്ങൾ തന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ കസരജ മുടി കത്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കത്തിച്ച് നോക്കിയിട്ട് കേരളത്തിലെ വിവാദം ഒഴിവാക്കിക്കൂടാ. കസരജ് ഒരു പാരവശ്യമുണ്ടേ കത്തിച്ച് നോക്കിയത് ഒഴിവാവില്ല പൈസ പറഞ്ഞു. ഇല്ല, കസര പൈസ എന്നാ പറഞ്ഞത് ഒരുപാട് പൈസ പറഞ്ഞ് ചെയ്യാറില്ല. പൈസ പറഞ്ഞതല്ല, ഒരാൾ പറഞ്ഞു. അല്ല, അങ്ങനല്ല, ഒരാൾ വെറുതെ പറഞ്ഞതല്ല, ആൾ മലപ്പുറം സംബന്ധിച്ചും പറഞ്ഞു. ഒരാൾ പറഞ്ഞ കൗലിൽ ഞാൻ പിടിക്കുന്നത്. അപ്പൊ ഒരാള് അപ്പോ ചെറുശ്ശേരി ഒരാള്, മറ്റേ അമ്പലക്കട വേറൊരാള്, അവസാന വിശ്വാസത്തിന് അത് ഏതായാലും ഇതില്ല. പൈസയുടെ കഷ്ടക്കാലം നിങ്ങൾ അവർ പള്ളിയിരിക്കുന്നത് ഏതാണെന്നത് അതോ ഒരിക്കലും കരിക്കുക എന്നൊരു മാനദണ്ഡമല്ല സുഹൃത്ത്. കാരണം ഉസ്താദെന്ന് പറഞ്ഞ് കരിക്കാത്ത എല്ലാ സാധനം ഷെഹർ വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കരിക്കണം എന്നതിന് വല്ല ദലീലുണ്ടെങ്കിൽ പകരാശം പറയുന്നത് പകരാശം പറഞ്ഞല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ ദലീല് വല്ലതുണ്ടോ കരിക്കണം എന്ന് എഴുതി കിട്ടിയിട്ട് കടിച്ചു നോക്കിയിട്ടുണ്ട് വിവാദത്തിൽ ഇത് പറയുന്നത് കരിക്കണമെന്ന് യഥാർത്ഥം കൊണ്ടുവരും. ഞാനൊരു മുസ്ലിമാണ് സത്യമം എഴുതുന്ന കൂടുതൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടറിഞ്ഞ് പറയുന്ന കേട്ടിട്ടുണ്ട്. അയാ തെളിവുണ്ടായിരുന്നു കേട്ടത് കത്തിക്കണമെന്ന് തെളിവ് സഹിതമാണ് ആദ്യം തെളിവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ അബ്ബാദുബിന് അബ്ദുസമ്മദ് ചൗധരി കത്തിച്ചു വെച്ചിട്ടുണ്ടോ? അല്ലേ? അത് കേട്ടിട്ടില്ലേ? അബ്ബാദുബിന് അബ്ദുസമ്മദ് അനസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഒന്ന് ആ സംഭവം ശരിയാണോ അല്ലേ? ശരിയാണോ? അറിയില്ല, എന്നാ ശരിയല്ല.
ഏറ്റവും വലിയ അബ്ബാദിന് അധ്യക്ഷമത് ഉദ്ധരിച്ചവർ സംഗതിയും ഉദ്ധരിക്കരുത് എന്ന് ഇമാമുകൾ ഓരോ പറഞ്ഞത് ഒന്നാമത്തോടുകൂടെ നോക്കാതെ പറഞ്ഞു. സംസ്ഥകളുടെ ജിമ്നേഷ്യമുള്ളവരുടെ പ്രഭാഷകരെ ഓടിപ്പിടിച്ചതായ അമ്പലക്കടവ് പോലത്തെ ക്രമീകരിക്കുന്നുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളോട് തെളിയിക്കാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങൾ കാണുന്നില്ല. ഞങ്ങളുണ്ടല്ലേ പറഞ്ഞു. ആ ഹദീസ് ഉദ്ധരിച്ച അബ്ബാദിന് സമത് എന്ന ആള് വൈഫാണെങ്കിലും അനുസരതിയല്ലാതിന്റെ മേലില് സദുര് വരെ പറയുന്ന ആളാണെന്നും ഹാഫിദ് ഇമാം തന്റെ കിതാബിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് ബന്ധപ്പെട്ട് കിട്ടണ്ടേ? മൊബൈൽ കിട്ടാൻ പാടില്ലാത്ത ഞങ്ങൾ പട്ടിനെ പഠിച്ചു, ഞങ്ങളെ പഠിച്ചു. അപ്പൊ അതും പാടില്ല. ഞാൻ പറയട്ടെ സഹോദര, എന്തായാലും ഒരു കാര്യം പറഞ്ഞോട് നിങ്ങൾ അതൊന്ന് തീരുമാനിച്ചു. കത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങളെ ഹബീബ് റസൂലുള്ളാഹി അന്യബിയോ ഔലാബിയോ ഞങ്ങളെ ശരീരത്തെക്കാൾ ഞങ്ങൾ നേരിൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നേതാവാണ്. ഞങ്ങളെ ശരീരം ധരിക്കാൻ ഞങ്ങൾ സമ്മതിക്കണമല്ലോ. ഞങ്ങളെ ഹബീബിന്റെ ശരീരം ധരിക്കാൻ ജീവനുള്ള കാലത്ത് സമ്മതിക്കുകയില്ല. അങ്ങനെ ഒരു ഒന്നും ഞങ്ങൾക്ക് അന്യം ചെയ്യട്ടെ. നോക്കട്ടെ, അമ്പലക്കണ്ണത് മേലില്ലാന്ന് കണ്ടിട്ടല്ലേ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അതിനെ കുറിച്ച്? ഞാൻ ചോദിച്ചു അമ്പലക്കടവിനോട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ലോ ശുഭാചാര്യവാടെ കുട്ടേ പറഞ്ഞ എന്റെ ഇത് മേലും തോല്ലും പരിശോധിച്ചു ഇല്ലാന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അമ്പലക്കടവ്. എന്ത് പറയണ്ടേ? സംഭവം സംഘടിപ്പിച്ചപ്പോ ഇവിടെ കടന്നു വന്നാൽ തെളിയിച്ചുകൂടാ. മേലുണ്ടോ നോക്കണം. ഏറ്റെടുത്തു കഴിഞ്ഞു. ഇവിടെ കുറഞ്ഞു വന്നാൽ സംഭാവന നടത്തുന്ന പ്രകാരം തുറന്ന സംഭാവന ഒഴിവാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പായിട്ട് അതിന് തെളിയിച്ചു കൊടുക്കും. തുറന്ന സംഭാവന ഒഴിവാക്കണ്ട, മറ്റൊന്ന് നിർത്താം. ഞങ്ങളെ പോലത്തോടൊക്കെ അതിന് തുറന്ന് കൊടുക്കണല്ലോ. ഇന്നത്തെ ഒരു ആശയം പറയല്ല. ഞാൻ ചോദിച്ചു. അതെ. ഇത് നല്ല കണ്ണടയും നോക്കിയാലും മേലുണ്ടാവില്ല അവസ്ഥ നിങ്ങളെ മനസ്സിലാക്കും. അമ്മ കത്തിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ പറയാം, നിങ്ങൾ പോകേണ്ടതിലേക്ക് വാ. ഞങ്ങളെല്ലാ ശ്രമം എടുത്തോളാം. മേലില്ലാത്ത നിങ്ങൾ നേരെ കണ്ടാൽ വിശ്വസിക്കും. നാളെ എക്സ്പ്രസ് രാജ്യത്തുണ്ട്. പറ്റുന്നത് അങ്ങനെയെങ്കിൽ ഉസ്താദുമായി അത് പ്രസംഗിച്ച് നടക്കാൻ പാടില്ല. ആരെടുക്കാൻ പാടില്ല? പകരം ഉസ്താദ് പ്രസംഗിച്ച് പകരസ്ഥാനം വെച്ച് അമ്പലക്കടവ് മേലില്ലാന്ന് ഉറപ്പിച്ചോ അതിനെ കുറിച്ച് പറയണ്ടേ? നേരത്തെ ചോദിച്ചതുപോലെ പകരസ്ഥാനം ഉസ്താദ് അംഗീകരിക്കും. അതല്ല, പകരസ്ഥാനം ഞങ്ങൾ വിശദീകരിച്ചു. നേരത്തെ പറഞ്ഞാടല്ലേ ചോദിച്ചു. നിങ്ങൾ സഹിക്കണം എന്നല്ലോ. മേലുണ്ടോ നോക്കിയാലും വിശദ തീരുമാനമാണോ? ഞാൻ പറയട്ടെ, മേലുണ്ടോ നോക്കാൻ ഉണ്ടോ? റെഡിയാണ്. ഇന്ത്യ ഇല്ലാന്ന് ബോധ്യപ്പെട്ട ഉസ്താദ് രാജ്യത്തിന്റെ പറയാം. എഴുതിക്കോ. ബോംബെയിൽ പോകാനുള്ള ടിക്കറ്റിന് അയച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ആളിന്റെ മുമ്പിലില്ല. അസുഖം മാറ്റിത്തരാം. ഓക്കെ, റെഡി. ആവശ്യം തീരുമാനമായി. മേലില്ലാന്ന് ഞാൻ കണ്ടതാണ്, ഞങ്ങൾ കണ്ടതാണ്. ഇതിൽ പോന്നോ എസ്റ്റേഷനിൽ രാജ്യത്തിന്റെ എഴുതി തരും. എഴുതിനാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ മുമ്പ് അബുദാബി പോരാൻ വേണ്ടി അമ്പലക്കടയിൽ വെച്ചിട്ട് ആളെ പണി വന്നിട്ടില്ല. പേരോടിച്ചാൽ അവിടെ പോയി കാത്തുന്നല്ലാതെ അമ്പലക്കടയാണ് വെച്ച് പോയിട്ടില്ല. ആ കളിയൊന്നും വേണ്ട. രാവിലെ ലെറ്ററത്തിലും എഴുതി കളി ഒരു പേപ്പറിൽ എഴുതി കൊടുത്താൽ ഞാൻ തയ്യാറാണെന്ന് മേലില്ല എന്ന് സ്ഥിരപ്പെട്ടാൽ ഞാൻ എക്സ്പ്രസ് രാജ്യത്തിൽ നിന്നാണ് എഴുതി കൊടുത്താൽ കളി നടക്കില്ല. ഒരു സംശയം അത് കഴിഞ്ഞിട്ട് ബാക്കി വെക്കാം. അദ്ദേഹത്തിന് യജ്ഞപ്പത്തിന് എഴുതി വാങ്ങിക്കുകയാണ്. ഒരൊറ്റ സുഹൃത്തിന് ഞാൻ ഒരു എളുപ്പമായി പറഞ്ഞു കൊടുക്കാം. സുഹൃത്തെ, നിങ്ങൾക്കിപ്പോ മർക്കസിലെ മുടി ശരിയാണോ അല്ലെന്ന് ബോധ്യപ്പെടാനുണ്ട്. അതിന് ഞാനൊരു കുറുക്കോഴി പറഞ്ഞത്. ഇതൊക്കെ എന്താ വെച്ചാല് ഇതൊക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് നഷ്ടപ്പെടുന്ന പോലെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വെല്ലൂരിലെ മുടി പിന്നെ ശരിയായ മുടിയെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? കൊടുത്തു ഉണ്ട്. അതിന്റെ സനദുകൾ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് ഈ റസൂലുള്ളാഹിന്റെ മുടിയെന്ന് വിശ്വസിക്കുന്നത്? സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ പണ്ഡിതന്മാർ ആദ്യം മുതലേ ഓക്കെ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ പറഞ്ഞു. എന്നാൽ വേറെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഇത് റസൂലുള്ളാഹിന്റെ പറഞ്ഞിരിക്കുന്നത് ഖലാസ് പോരെ, തീരുമാനമായി. പിന്നെന്താ ഒരു പാലട്ട അങ്ങോട്ടും നടക്കണം. നിങ്ങളെ സമസ്ത പറഞ്ഞുകൊണ്ട് വെല്ലൂർക്ക് ഞങ്ങൾ സമ്മതിക്കാം, ഞങ്ങളെ സമസ്ത പറഞ്ഞുകൊണ്ട് മർക്കസുകൾ ഒക്കെ ആലിമ്യങ്ങളല്ലേ. ഈ ഭാവസ്ഥത് അള്ളാഹു ആഫിയത്തുള്ള ദുർഗാശോധം പറയാവട്ടെ. കുട്ടി റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയും. ഈ ഉസ്താദ് നമുക്ക് വിശ്വാസം മനസ്സറിഞ്ഞ് പറ ഉണ്ടോ? ഇല്ല. അങ്ങനെ തന്നെ
അങ്ങനത്തെ 40 ആലിമ്യങ്ങളാ കിട്ടുക. അത് റസൂലുള്ളാഹിന്റെ മുടിയാണ് പറഞ്ഞത്. അങ്ങനത്തെ 40 എണ്ണം, അങ്ങനത്തെ 40 എണ്ണം പടച്ചോനെ മറന്നുകൊണ്ട് സംസാരിക്കരുത്. അള്ളാനെ മറന്നുകൊണ്ട് സംസാരിക്കരുത്. ആ സമസ്തയിലുള്ളതും ആലിമ്യങ്ങളാണ്, ഈ സമസ്തയിലുള്ളതും ആലിമ്യങ്ങളാണ്. നന്നായി ദർശനം നടത്തുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, വിത്ർ നിസ്കരിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ രാത്രി 1 മണിയായാലും വിത്ർ 11 റക്അത്ത് നിസ്കരിക്കുന്ന സയ്യിദാണ്. അതുകൊണ്ട് കുട്ടി 2 കൂട്ടരും ആലിമ്യങ്ങളാണ്. അള്ളാന്റെ റസൂൽ ഒരു മുസ്ലിമായ മനുഷ്യൻ കള്ളുപിടിക്കും, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു പക്ഷേ സാഹചര്യത്തിനകപ്പെട്ട് വ്യഭിചരിച്ചെടുക്കാം. അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഒരു തെമ്മാടിയായ മുസ്ലിം ചെറുപ്പക്കാരൻ കളവ് പറയില്ല. അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളുകുടിയനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കളവ് പറയില്ല. വ്യഭിചാരിയായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയില്ല. ഈ വയസ്സുകാലത്തും അള്ളാന്റെ ദീനിന്റെ ദൗത്യവും ഹിദ്മത്തുമായി ജീവിക്കുന്ന ആലിമ്യങ്ങളാണ്. അതുകൊണ്ട് പാകിസ്ഥാന്റെ മുഖത്തിലേക്ക് എന്റെ മനസ്സാക്ഷി സമ്മതിക്കില്ല എന്ന് പറയാം. ഇതാണ് കുട്ടി മറ്റു ഉസ്താദുമാരുടെ. അതുകൊണ്ട് രണ്ടാമൊരു മാർഗം, ഒന്നിരിക്കെ അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും ആലിമ്യങ്ങളാണ് സമ്മതിച്ച് രണ്ടും വിശ്വസിക്കുക. അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുന്ന കോലത്തിൽ ബോംബിക്ക് പോകാം. തീരുമാനമായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇവിടെ എല്ലാവരും കേട്ടു. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ എഴുതി എന്തായാലും ഒപ്പിട്ട് തരണം. അദ്ദേഹത്തിന്റെ ഞാൻ ആക്സിഡന്റ് ഇടയിൽ ഒരു മദ്യം പറയട്ടെ. നമുക്ക് ഇങ്ങനെ കുറെ എസ്കക്കാരായിട്ട് ടൂറിന് പോയിക്കൂടെ ഒരു 10 മുഖാമുഖം നടത്തിയിട്ട്. കാരണം എന്താ, ഓരോ എസ്കക്കാരനെയും കൊണ്ടുപോകുമ്പോൾ ആക്സിഡന്റ് ഇവിടെ ഗണ്ണനം മുടക്കും. അതുകൊണ്ട് നമുക്കൊരു അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കത്ത് എഴുതിയിട്ടുണ്ട്. ഷേറെ മുബാറക്കിന് ന്യായമില്ലാത്തതാണെന്ന് ചേളാരി സംസ്ഥയിലെ പണ്ഡിതന്മാർ പറഞ്ഞറിഞ്ഞതിനാൽ ബോംബെയിൽ പോയി അവിടെയുള്ള ഷേറെ മുബാറക്കിന് ന്യായമില്ലെന്ന് തെളിഞ്ഞാൽ ഞാൻ SKSF രാജിവെച്ച് SSFന്റെ പ്രവർത്തനം ാണ്. അതുകൊണ്ട് എനിക്ക് വാങ്ങുന്നില്ല. രാമങ്ങളെ ഒരു മിനിറ്റ്. അതോടൊപ്പം ഇപ്പൊ ഈ വിദ്യാർത്ഥി അദ്ദേഹത്തിന് നല്ല മനസ്സ്. ഈ കേരളത്തിൽ ഇത്രത്തോളം ഈ വിവാദം ചൂട് പിടിപ്പിക്കാൻ ഒരു പ്രധാന കാരണം അമ്പലക്കടവ് ഹമീദ് വയ്ക്കൽ. കാരണം ഒരു ആലോചനയും കൂടാതെ മർക്കസിന്റെ സമ്മേളനം കഴിഞ്ഞ് ഉടനെ നടന്ന പട്ടിക്കാട് സമ്മേളനത്തിൽ വെച്ച് ഈ ഷാറു മുബാറക്കിന് അമ്പലക്കടവ് നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്പലക്കടവ് അവിടെ പോയി 7 എണ്ണം കൊണ്ടുവന്നു പറഞ്ഞ അമ്പലക്കടവ് നമ്മൾ പോകുന്ന യാത്രയിൽ ഈ വിദ്യാർത്ഥിക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ അമ്പലക്കടവിൽ നിന്ന് കൂട്ടിയാൽ ഈ സമൂഹത്തിന് ഏറ്റവും നല്ലതാണ്. ഞങ്ങൾ അതിനുകൂടി ഇവിടെ മുൻകൈയെടുത്ത് വെക്കുകയാണ്. അത് ചെയ്യാറുണ്ടോ? ശ്രമിക്കും. അള്ളാഹു നിങ്ങൾക്ക് തോഷിക്ക് തീരുമാനാവട്ടെ. അമ്പലക്കടവിലുള്ള നിങ്ങൾക്കുള്ള ടിക്കറ്റ് നമ്മുടെ കുട്ടികളുടെ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേക്കോട് ഇനി ഇൻഷാല്ലാ നമുക്ക് അതിന് ശേഷം പറയാം. അമ്പലക്കടവിൽ നിങ്ങളുടെ കൂടി നല്ലൊരു യാത്രയുണ്ട്. ആ യാത്ര നിങ്ങൾ കാത്തിരിക്കും. വിവാദത്തിലുള്ളതായ വിവാദം ഒഴിവാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. സ്കൂൾ ജഗാക്കുള്ള എഴുതിപ്പിക്കില്ലേ അതിന്റെ പേര് റമദാൻ അമ്പലക്കടവിൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരെ എഴുതാൻ എത്ര വാക്കാണല്ലോ. മതി. ഇനി അടുത്ത ചോദ്യം. നമ്മളെ സമയം പോലീസ് അനുവദിച്ച സമയം പിന്നെ പെട്ടെന്ന് ചോദ്യം പ്രസക്തമായ ചോദ്യം. ഇതൊക്കെ വളരെ തീരുമാനമായ ചോദ്യങ്ങളാണ്. അൽഹംദുലില്ലാഹ് ബോംബെ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് വൈകായിട്ട് കേൾക്കാം. കാരണം ബോംബെയിൽ പോയിട്ട് ഒരാൾ കാണണമെങ്കിൽ വിശ്വാസത്തിന് രാമന്റെ എപ്പോഴും എഴുതിയിട്ടുണ്ട്. വൈകായിട്ട് കേൾക്കാം. ഒരു കുഴപ്പമില്ല. അദ്ദേഹം എപ്പോഴും ചെയ്യുന്നത് അതിന്റെ കൂടെ അമ്പലക്കടവ് ഫൈസൽ അദ്ദേഹത്തിന്റെ കൂട്ടിയിട്ട് ഞാനും കാണുന്നില്ല. നമ്മുടെ മുഹമ്മദ് രാമന്റെ മതി ഇവിടെ പോയി ഇബ്രാഹിം സാഹിബിന്റെ അടുത്ത സുഹൃത്താണ്. ജാലിയവാലിന്റെ ഒക്കെ തൊട്ടടുത്തുള്ള ആളാണ്. അതുകൊണ്ട് അത് ഇത്ര തെളിവുകൾ തയ്യാറാണ്. ആ നമ്പറും ഫോൺ നമ്പറൊക്കെ പക്ഷെ ബോംബെയിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഇനി ആരെങ്കിലും ഇതേ നമ്മൾ വേഗം പരിപാടി ചെയ്യുന്ന വളരെ സുഖമാണ്. നമ്മൾ ഈ തലക്കെടുത്തുള്ള പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ സ്ത്രീകൾക്കും നല്ല സുഖം തരുന്നതാണ്. അതൊക്കെ രാമന്റെ ഇൻഷാല്ലാ കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളെ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഫോൺ നമ്പർ വാങ്ങിച്ചു. ഫോൺ നമ്പർ അന്നുകൂടി ആ കത്ത് ഷേറെ മുബാറക്കിന് വായിക്കുന്ന ആ കത്ത് വായിക്കുന്നു.
ഷെയർ മുബാറക്കിന് നേരില്ലാത്തതാണെന്ന് കോളാരി സംസ്ഥ പണ്ഡിതന്മാർ പറഞ്ഞറിഞ്ഞതിനാൽ ബോംബെയിൽ പോയി അവിടെയുള്ള ഷെയർ മുബാറക്കിന് നേരില്ലെന്ന് തെളിഞ്ഞാൽ ഞാൻ SKSSF രാജിവെച്ച് SSFന്റെ പ്രവർത്തകനാകാൻ തയ്യാറാണ്. മന്ത്രിയുടെ ഫൈസൽ കൂടെ ലഭിക്കാൻ പറ്റുമോ എന്ന് കൂടി ശ്രമിക്കുന്നു. SSFൽ പ്രവർത്തകനാവും ഞാൻ പറഞ്ഞിട്ടില്ല. SKSF വിട്ടാതെ നന്നായി വിളിച്ചു. ആ കുട്ടി SSFക്ക് വരണമെന്ന് തീരുമാനിക്കാത്ത 2 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങളെ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അപ്പോ കാരണം SSFന്റെ മെമ്പർഷിപ്പ് പറഞ്ഞാൽ ഇങ്ങനെ മൈസൂർക്കാൻ വന്നവർ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് SSFക്ക് വരണ്ട, SSFക്ക് അന്ന് പിന്നെ പറ്റോ നോക്കിയിട്ട് ഞങ്ങൾ വിട്ടോളാം. അതുകൊണ്ട് STന് വിട്ടാൽ മതി. ഓക്കെ, ഈ ഒരാളെ കിട്ടുന്ന തീരുമാനം. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം പെട്ടെന്ന് ഒരു ചോദ്യം ഇടപെടുവതല്ല ഒരു ചോദ്യം ഇടപെടുവതല്ല. ഇത് തീരോളം ചോദ്യമാകുമ്പോ അങ്ങനെ കേട്ടോ. ഇനി ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ പറ്റും. പെട്ടെന്ന് വരച്ചു ഞങ്ങളുടെ ഓർമ്മയാണ് വരുന്നത്. ഈ മാർക്കറ്റിന്റെ വീടിന്റെ പേരിലാണെന്ന് വിവാദമല്ലേ? അപ്പൊ ഓരോരുത്തർക്ക് എല്ലാം വിവാദത്തിലാണ് ഈ പറഞ്ഞത്. അപ്പൊ ആ വീടിന്റെ പരിശോധിക്കാൻ മാർക്കറ്റ് പോയിക്കാണ്ട് അല്ല, ആ കുട്ടി ഏറ്റെടുത്ത് ഇന്നത്തെ നേരം പോയി പറയാം. ആ കുട്ടി പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ നേരം പോയി പറഞ്ഞു. അവർ പറഞ്ഞു ഏതായാലും മൂപ്പർ പേരുണ്ട്, അത് മൂപ്പർക്ക് ഒന്ന് കൂടാ. അതല്ല, എല്ലാം വിവാദമാണ്. മാർക്കറ്റിൽ മാത്രമല്ല, ഈ ബോംബെയിലുള്ള മുതൽക്കുറിച്ച് എന്താ പറഞ്ഞറിയോ? അത് കള്ളത്തരമാണ്, അത് വ്യാജമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞേ. പത്രക്കാരുടെ മുമ്പിൽ പോലും ആ ബോംബെയിൽ അതാണ് അതിലൊക്കെ പറഞ്ഞ് കിട്ടിയത്. അത് അസലല്ലേ കണ്ടെത്തണ്ടേ? മാർക്കറ്റിന്റെ മുറിക്ക് 2 കിട്ടിയ അവരുടെ ചിലപ്പോൾ പറഞ്ഞു തുടങ്ങിയതൊന്നല്ല. എല്ലാ ചിത്രവും ഉണ്ടാക്കിയ SKSF പറയും. ആ വിഷയത്തിൽ വാദിക്കണ്ട. ബോംബെയിൽ പോയി ജയിലിന് വരട്ടെ നമുക്ക് പറഞ്ഞു. വേറെ വല്ല സംശയമുണ്ടോ? അത് വേണ്ട, നിങ്ങൾക്ക് എടുക്കാറില്ല. ഏറ്റെടുക്കാൻ തയ്യാറല്ലേ? പൈസ തയ്യാറാണ്. നിങ്ങൾ ചെലവാക്കണ്ട, ചെലവാക്കാൻ ഇവിടെ 1000 തയ്യാറല്ലേ? ഞാൻ ബോംബെയിൽ പോകാൻ തയ്യാറായപ്പോൾ എത്ര ആൾ ടിക്കറ്റ് ഓഫർ ചെയ്യുന്നു? പിന്നെ എമ്പളക്കടവിന് അതൊന്നും പഠിക്കണ്ട. എന്നിട്ടിപ്പോ ബേജാറാവുന്നില്ല. ഞങ്ങളിത് പോയി നോക്കട്ടെ. ഒരു കാശം അതിപ്പോ ഏറ്റവും മർക്കസിന്റെ റെഡി എന്ന് നോക്കപ്പോ ഏറ്റവും നടക്കട്ടെ സുഹൃത്തെ. എന്താ നിങ്ങൾ പറഞ്ഞു? അതെ, മർക്കസ് പണ്ടേ വിളിച്ചതാണ്. ഇത് ബോംബെയിൽ ഉപയോഗിച്ച എന്താ ഇത്ര വിഷയം പറയാനുള്ളത്? ഞാൻ ചോദിക്കട്ടെ പെട്ടെന്ന്. ഇന്ന് സമയം വളരെ എന്റെ പേര് ശ്രദ്ധയിൽപ്പെടുത്തുള്ളൂ. എന്റെ ചോദ്യം നേരത്തെ ഉസ്താദ് പറഞ്ഞു, ഏതെങ്കിലും ഒരു മുടി സമസ്തകാരുടെ ദ്രോഹത്തെ നിലയോ അതിന്റെ പോഷക സംഘടനയോ എതിർക്കുകയാണെങ്കിൽ മർക്കസല്ലാത്ത ഏതെങ്കിലും ഒരു മുടി സമസ്തകാരുടെ ജനീയത്തിൽ നിന്ന് എതിർക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സമ്പാദിക്കാൻ തയ്യാറാണെന്ന് ഉസ്താദുകൾ പറയുകയുണ്ടാവും. ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊള്ളത് നിങ്ങൾ എതിർക്കുന്ന മുടികളിൽ പെട്ടതാണ് നസ്രത്തിന്റെ കയ്യിലുള്ള മുടിയും അതുപോലെ തന്നെ ജാനവാലയുടെ കയ്യിലുള്ള മുടിയും. ഉസ്താദ് തയ്യാറുണ്ടെങ്കിൽ ഉസ്താദിന്റെ വാക്കുകൾ ഉസ്താദ് തയ്യാറുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് അതിന് തയ്യാറാകണം, സമ്പാദിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയുന്നത്. ചോദ്യങ്ങളിൽ ഞാൻ പറയാം. ഈ 2 ഏതെങ്കിലും ഒരു മുടിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഉസ്താദ് പറഞ്ഞത് ഏതെങ്കിലും ഒരു 2 മുടിയിൽ ഒരു മുടിയിൽ ഉസ്താദ് പറഞ്ഞത് ഒരു മുടി. ആ മുടിയിൽ പറയുന്നത് ജാനവാലിയുടെ കയ്യിലുള്ള മുടിയും സാമ്പത്തികം AT അബൂബക്കർ മുസ്ലിയാർ മാർക്കറ്റിൽ സൂക്ഷിക്കാൻ ആ മുടിയും സാഹിബൻ ഉസ്താദ് തയ്യാറുണ്ട് സമ്പാദിക്കുന്നത്. ഞങ്ങൾ എന്ന് തയ്യാറായി സമ്പാദത്തിനുള്ള അതിനുള്ള കാര്യങ്ങൾ ഉസ്താദ് തയ്യാറുണ്ട്. ഇവിടെ എഴുതിത്തരാം. നിങ്ങളവിടെ ഉസ്താദ് തയ്യാറുണ്ട്. നിങ്ങൾക്കൊരു ബോധമില്ലാത്തതാണ് സംസാരിച്ചു കേട്ടോ. മർക്കസിലുള്ള മുടിയും വെല്ലൂരിലുള്ള മുടിയും ജാനിയാവാലിലേക്കുള്ള മുടിയും ഹദ്റത്തിയുടെ ഷെയർ മുബാറക്കും എല്ലാ ഷെയർ മുബാറക്കും നിഷേധിച്ചവരാണ് എസ്കക്കാര്. അതുകൊണ്ട് അവർ നവവിജയികൾ തന്നെയാകുന്നു. അത് തന്നെയാണ് എല്ലാ മുറിയും നിഷേധിച്ചിട്ടുണ്ട്. ഒരുപാട് കാടുകാർ പറയുന്നു നിങ്ങളുടെ
നിങ്ങൾ നിഷേധിച്ച ഷെയർ മുബാറക്ക് നിങ്ങൾക്ക് തോന്നിയാണ്. നിങ്ങൾ നിഷേധിച്ചത് വെറും ജാലിയാവാലിന്റെ എത്തുന്നതോ ഹദ്റജിയുടേതോ അല്ല. ലോകത്തുള്ള എല്ലാ ഷെയറുകളും നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് അഭിപ്രായമുണ്ടോ? ഇല്ലാന്ന് അഭിപ്രായമുണ്ടോ? നിങ്ങൾ വേറെ ഷെയറിനെ നിഷേധിച്ചില്ല. മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതാണ് എന്റെ മുസ്ലിങ്ങളെ പറയുകയാണ്. ഒരു മുസ്ലിങ്ങൾ തന്നെ നിഷേധിച്ചിട്ടുള്ളത് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞത് മുസ്ലിമായ മാകൂല. നിങ്ങൾ നിഷേധിക്കുക അത് കൊടുക്കാൻ നമ്മൾ സത്യകാരം വളരെ വ്യക്തമായി നിങ്ങൾ പറഞ്ഞതല്ലേ. എന്താ വിചാരണകൾ പറയുക? ഇത് നിങ്ങളുടെ പത്രമല്ലേ? ഇതിനെന്താ പറഞ്ഞത്? ലോകത്ത് സംസ്ഥാനത്തിന്റെ ഇതര ഭാഗങ്ങളിലുള്ള എല്ലാ ഷെയർ മുബാറക്കും വ്യാജമാണ് എന്ന് എഴുതി വെച്ച സത്യധാരയാണിത്. ഞാൻ പറയട്ടെ, അത് ഈ നിങ്ങൾ എഴുതി വെച്ച ഹദ്റജിയുടെയും ജാലിയവാലയുടെയും എല്ലാം നിങ്ങൾ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ഷെയർ മുബാറക്കും ചർച്ച ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണ്. ഇനി അതിൽ ചോദിക്കേണ്ടതില്ല. വളരെ സത്യമാണ്. അതിലേക്ക് നിങ്ങൾക്ക് തന്നെ സംശയം തരാം. പറഞ്ഞു സംവാദം നടത്തുകയും ചെയ്തു. ഈ വിഷയത്തിൽ തന്നെ സംശയമുണ്ട്. ആൾക്കാരെയും പറഞ്ഞു അതൊന്നും സ്ഥാപിച്ചുള്ള വായിച്ച് കേൾപ്പിക്കുന്നു. അങ്ങനെ കൊണ്ട് അത് എത്രയോ തവണ സംഭാഷണം നടക്കും വായിച്ചത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇവിടെ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കളിപ്പിക്കാൻ നോക്കിയതാണ്. അത് വേണ്ട. ഇതിന്റെ 43-ാമത്തെ പേജിൽ 44-ാമത്തെ പേജിൽ ഞാനിത് വായിച്ചു വരാം. ശരിക്കും കേട്ടോ. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ഇത്തരം വ്യാജ തിരിശേഷിപ്പുകൾക്ക് കഴിയും കണക്കുമില്ല എന്നാണ് നിങ്ങളുടെ നേതാവ് എഴുതിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. ഇതര സംസ്ഥാനങ്ങളിലുള്ള തിരികേശങ്ങൾക്ക് കഴിയും കണക്കുമില്ല എന്നാണ് ഇതിനൊരു തിരികേശം ഒന്നില്ല. നിങ്ങളെ ശരിക്ക് ബഹറാണില്ലേ? ഇത് നിങ്ങളുടെ ബഹാറുദ്ദീൻ കൂടിയാണ് എഴുതി. എന്താ എഴുതിയെന്നറിയോ? ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമുള്ള റസൂലിന്റേതെന്ന് പറയപ്പെടുന്ന നദികൾ കുഴപ്പമില്ല. അത് എല്ലാ നദികളും പറയപ്പെടുന്ന നദികളായി വ്യാജകാശമാണെന്ന് ഇതിൽ പറഞ്ഞു. ഇനി മാത്രമല്ല, സനത് കണ്ടാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വേറെയും പറഞ്ഞു, നിങ്ങളൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാം വ്യാജമാണെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? പറഞ്ഞെന്ന് പറയണ്ട. വ്യക്തി ചോദ്യം ചോദിക്കാൻ കയ്യിൽ തരാനുള്ള പെർമിഷൻ ഒന്ന് പറയും. ഉസ്താദ് പറഞ്ഞു അത് അങ്ങനെ നിങ്ങൾ പ്രസംഗിച്ച് ആവർത്തിക്കുന്നത് അതേ ലോകത്തുണ്ടെന്ന് പറയപ്പെടുന്ന നദികൾ നീ വായിക്കും. മലയാളം വായിക്കും. ലോകത്തുണ്ടെന്ന് പറയപ്പെടുന്ന നദികൾ ഞാൻ ചോദിക്കട്ടെ, അതൊന്ന് വായിക്കും. ചില നദികളാണോ ഇതിലെന്താ പറയുന്നത്? ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ ഇത്തരം വ്യാജ തിരിശേഷിപ്പുകൾക്ക് ബാക്കിയുള്ളല്ലോ കഴിയും കണക്കില്ല. ശില എന്നതിലില്ല. ഒന്ന് വായിക്കും. പച്ച മലയാളം വായിക്കും. ശില നദിയിലില്ല. ഇരുനദിയെ മുഴുവൻ നിങ്ങൾ നിഷേധിച്ചു. ഒന്ന് വായിക്കണം. അത് വായിക്കണം നിങ്ങൾ വായിക്കണം. ആദ്യം ഇത് വായിക്കും. രണ്ടും വായിക്കും. പുസ്തകം വായിക്കും. രണ്ടും വായിക്കും. നിങ്ങൾ ഇതൊന്നും പഠിക്കാതെ വരും. എല്ലാ തിരികേശവും നിഷേധിച്ചിട്ടുണ്ട്. ആദ്യം അത് വായിക്കും. പിന്നെ വായിക്കും. മൈക്കിൽ വായിക്കണം. രണ്ടും വായിക്കണം. ബാക്കിയുള്ള എല്ലാവരും എടുക്കുക. അയാളൊന്ന് വായിക്കും. പേജ് നമ്പർ വായിച്ചോ 44, മറ്റൊരു 96. രണ്ടും വായിക്കും. വായിച്ചിട്ട് പറ ലോകത്തുണ്ടെന്ന് പറയപ്പെടുന്ന അതിലൊരു മുടിയോട് വായിക്കില്ല. രണ്ട് നിങ്ങൾക്കെന്ന് പറഞ്ഞു വ്യാജ കാശങ്ങൾക്ക് കയ്യും നടക്കുന്നില്ല. പറഞ്ഞു നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങളെ പത്രമാണ്. അത് നോക്കട്ടെ. ഒന്ന് മൈക്കിൽ അത് വായിച്ചു നോക്കണം. വായിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് വായിക്കണം. വായിച്ചോ നിങ്ങളെ വിടുന്നത് മുസ്ലിമിന്റെ ട്യൂഷൻ വൈകാരികത ട്യൂഷൻ നീര് മുൻകട്ടുകൾക്കൊക്കെ ശ്രമിച്ച് വ്യാജ വസ്തുക്കൾ അതായത് ബാക്കി വായിക്കണം. അതിനോട് എത്തേണ്ട സ്വഭാവം വ്യാജ വസ്തുക്കൾ ഇത് തിരിശേഷിപ്പുകളെന്ന് ബാധിച്ച് മുസ്ലിം സാധാരണക്കാരെയും ശുദ്ധഗതിക്കാരെയും മഹാപാവങ്ങളെയും ബന്ധിച്ച് ഈശോദീർപ്പിക്കുന്നത്
ജീവിക്കാനുള്ള ശ്രമങ്ങൾ എക്കാലത്തും ലോകത്തിന്റെ പലയിടങ്ങളിലും കൊണ്ടുവരാറുണ്ട്. ഇന്ത്യയിലെയും ചില സംസ്ഥാനങ്ങളിലും ഇത്തരം വിശ്ലേഷിക്കുകൾക്ക് കഴിയും ആവശ്യമില്ല. ഇത് മറുപടി പറയാൻ ഇന്ത്യയിലെ ഒരു ചെറിയൊന്നും വേണ്ട. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുള്ള വിദേശങ്ങൾക്ക് കഴിയും നടക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് മർക്കസിൽ സേവകർക്ക് മാത്രമാണോ? അല്ല. ഇതര സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കേരളം മാത്രമല്ല, എല്ലാം നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങളെ എല്ലാ ഭാഗം പിടിച്ചു ബഹാറുദ്ദീന്റെ ബുക്ക് വായിക്കേ. ബഹാറുദ്ദീന്റെ ബുക്ക് വായിക്കേ. വായിക്കാതെ നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. ബഹാറുദ്ദീന്റെ ബുക്ക് രണ്ടുമായി ബഹാറുദ്ദീന്റെ ബുക്ക് വായിക്കും. പറയപ്പെടുന്ന മുടികൾ വായിക്കൂ. രണ്ടാമത് വായിക്കൂ. ഇല്ല, ഇത് വായിക്കണം. നിങ്ങൾ വായിക്കാതെ നിങ്ങളെ വിടൂലങ്ങൾ വായിക്കേ. ബഹാറുദ്ദീന്റെ ബുക്കിന്റെ പുസ്തകം വായിക്കണം. വായിച്ചത് നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഷേർ മുബാറക്കിനെ മക്കളെ മുഴുവനിതാ നിങ്ങൾ വ്യാജമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മുജാഹിദുകൾ തന്നെ എന്താ പറയുന്നത്? ഇതര സംസ്ഥാനങ്ങളിലുള്ള വ്യാജ കേസങ്ങൾക്ക് കയ്യും കണക്കുമില്ലാതെ എന്ത് പറയുന്നതേ എവിടെ നിർമ്മിക്കുന്നത് റസൂലുള്ളാഹിന്റെ വ്യാജകേസമാണെന്ന് പറയാൻ മർക്കസിനോട് മാത്രമല്ല എല്ലാ സ്ഥലത്തുള്ളതും വ്യാജകേസമാണെന്നാണ് പറഞ്ഞത്. ഈ സമൂഹം നിങ്ങൾക്ക് മാതൃകയില്ല. ഞങ്ങളെ ഹബീബിന്റെ കേസങ്ങളോട് വ്യാജമാണല്ലോ ലോകത്ത് പറയപ്പെടുന്ന മുതിയുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? അതാ നിങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം ഒന്ന് ചർച്ച ചെയ്യണം. അല്ലാതെ ഞങ്ങൾ നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. ഞാൻ പറയാനായിട്ട് പറയണ്ട. അല്ല, ആയിട്ടില്ല, ചോദിക്കാനായിട്ടില്ല. ഇത് പറയാം. അതായത് സത്യധാരയിൽ ഇപ്പോൾ പറഞ്ഞത് എന്തായാലും ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് മർക്കസിലെ മുടിയല്ലാത്ത വ്യാജമുടി ഉണ്ടെന്ന് ഉറച്ചോ? അതുകൊണ്ട് കൊടുത്താണ് ഇന്ത്യ രാജ്യത്ത് ഉറച്ചോ? ദാനവാരന്റെ കയ്യിലുണ്ടെങ്കിൽ അതെ ചെയ്യട്ടെ. ഞാൻ പറയും, ഇന്ത്യ രാജ്യത്ത് മർക്കസിലെ മുടിയല്ലാത്ത വേറെ മുടികൾ ലോകത്തും ഇന്ത്യ രാജ്യത്തും വ്യാജമായിട്ടുണ്ടെന്ന് ഉറച്ചോ? എന്റെ റൂലിൽ ലോകത്തും അല്ല, സത്യധാര പറഞ്ഞത്. സത്യധാര എന്ന് പറയുന്നത് ഈ ലോകത്തിൽ അസ്രഫിന്റെ കയ്യിലുള്ള ഒരു വേഷമാണ്. ഈ കയ്യും കണക്കില്ലാറിന് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. കയ്യും കണക്കില്ലാറിന് അല്ല കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ കയ്യും കണക്കില്ലാറിന് മനസ്സിലാക്കണം. അല്ല, കയ്യും കണക്ക് പറയാനും ഇത് പറയും. അതെ, കയ്യും കണക്കില്ല. കയ്യും കയ്യും മനുഷ്യന്മാരെന്ന് പറഞ്ഞിട്ട് ദാനവാലയുടെ കയ്യിൽ നിന്ന് കാന്തപുരം ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാന്തപുരം നോക്കി അത് മുസ്ലിം. അതുപോലെ ദാനവാലയുടെ കയ്യിൽ നിന്ന് ആളുകൾ അപ്പൊ ഇങ്ങനെ ഈ വിമാനത്തിൽ കയറ്റിറക്കുന്നതിനനുസരിച്ച് ഒന്നെന്നെ എണ്ണം കൂടുതൽ. അപ്പോൾ അല്ല, ഒരു മുടി 10 സ്ഥലത്ത് പോയാൽ കയ്യും കണക്കില്ല എന്ന് പറയും. ഒരു മുടി ജാലിയാവാലയുടെ കയ്യിലുള്ള അതേ കുട്ടി അത് ഒന്നിന്റെ പകുതിയാകുള്ളൂ. കയ്യും കണക്കില്ല എന്ന് പറയണമെങ്കിൽ ഒന്നിലധികം വേണം. കയ്യും കണക്കും ഇല്ല എന്ന് പറയണമെങ്കിൽ പച്ചമലയാളാണ്. കേട്ടോ, പഠിച്ചോ? കയ്യും കണക്കില്ല എന്ന് പറയണമെങ്കിൽ 1 10 കയ്യും കണക്കില്ല എന്നല്ല, ഒന്നിലധികമുണ്ട്. അതാണ് അതിന്റെ മാന. ഇനി ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് എന്തായാലും സത്യധാര അനുസരിച്ച് മർക്കസിന്റെ പുറമെ വ്യാജമുടികളുണ്ട്. ബഹാവുദ്ദീന്റെ ബുക്ക് അനുസരിച്ച് ആ ബഹാവുദ്ദീന്റെ ബുക്ക് ഇപ്പൊ കൊടുക്കണം. യോഹൻ നേരത്തെ വായിച്ചിട്ടില്ലല്ലോ. അപ്പോ ബഹാവുദ്ദീന്റെ ബുക്കിലും സത്യധാരയിലും ഇതിനെ ഏറ്റെടുക്കാൻ എന്റെ നേതാക്കന്മാർക്ക് വരെ കഴിഞ്ഞിട്ടില്ല. ഏതോ ആള് എവിടെയോ പറഞ്ഞു എന്നാണ് എന്റെ MP പറഞ്ഞു. മൂപ്പർക്ക് ചില പരിചയമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മത്സരിച്ച മാതിരി ഒരാളറിയാം. കാളമ്പാടി പറഞ്ഞത് ഏതാ അമ്പലക്കടവ് വള്ളിക്കടവ് അറിയില്ലാണ്. അപ്പൊ മത്സരിച്ചെന്നാലും കുട്ടിയെ ആശ്രയത്തിൽ ഇതിനേക്കാളും വലിയ ജയിലേക്കാരം, ഇതിനേക്കാളും വലിയ ചൂടേക്കാരം. അപ്പോ ഞങ്ങൾ പറയുന്നത് മർക്കസിന്റെ പുറമെ വ്യാജമുടിയുണ്ട് എന്ന് SKSU പറയും. ഈ സംവാദത്തോടുകൂടെ നമ്മൾ നടത്തുന്ന സംവാദത്തോടുകൂടെ ലോകത്തുള്ള ഒറിജിനൽ മുടി വേർതിരിയണം, വ്യാജമുടിയും വേർതിരിയണം. ലോകത്ത് നമ്മളൊരു മർക്കസിനെ മുടിക്കായിട്ട് ഒരു ഒപ്പിന് അള്ളാന്റെ രീതിയിലില്ല.
തിരുദേശത്തിന് മൊത്തമാണ് ഇസ്ലാമിന് ഹുക്കുമുള്ളത്. ആ ഹുക്കുമ് വെച്ച് നമ്മളൊരു സംവാദം നടത്തിയാൽ ആ വ്യവസ്ഥ വെച്ച് നടത്തുന്ന സംവാദത്തോടുകൂടെ ലോകത്തെ ഒറിജിനൽ മുടി ഒരു ഭാഗത്തും വേർതിരിഞ്ഞു നിൽക്കണം, ഡ്യൂപ്ലിക്കേറ്റ് മുടി ഒരു ഭാഗത്തും വേർതിരിഞ്ഞു നിൽക്കണം. എന്തിന്? ചരിത്രത്തിൽ ഇനി ഒരു വിഷയം ഇങ്ങനെ വരുമ്പോൾ ഈ സംവാദത്തിന്റെ വിഷയം വെച്ചിട്ട് അടുത്ത് തീരുമാനിക്കാൻ കഴിയണം. ഈ മർക്കസിലെ മുടി ഉൾപ്പെടെ നമ്മളൊരു സംവാദം നടത്തിയാൽ, മനസ്സിലാണുണ്ടോ? ഒരു സംവാദം നമ്മളൊരു സംവാദം നടത്തിയാൽ ആ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഹുക്കുമ് വെച്ചിട്ട് ലോകത്തെ ഒറിജിനലും വ്യാജനും വേർതിരിയണം. പിന്നെ അതാ ഞാൻ പറഞ്ഞു, ഇനി നാളെ വെള്ളിയത്ത് എത്തിയാൽ പിന്നെ നിങ്ങളതിന് ഒരു ഡൂബിളിയെന്ന് പറഞ്ഞ് പ്രസംഗിക്കും. കാരണം നിങ്ങൾ അതിനൊക്കെ കുറിച്ചിട്ട് മുമ്പുണ്ട് എന്ന് പറഞ്ഞോല. മർക്കസിലെത്തിയപ്പോൾ അത് വ്യാജാക്കിയോളാണ്. നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമല്ല. നാളെ വെള്ളിയിലത്തെ മുടി അവിടെ എത്തിയിട്ട് അത് വ്യാജാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെയും കുന്തം കുറച്ചൊക്കെ എടുക്കണ്ട, ഞങ്ങൾക്ക് വേറെ പണുണ്ട്. അതുകൊണ്ട് ഈ നടക്കുന്ന സംവാദത്തോടുകൂടെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഈ വിധിയോടുകൂടെ ഒറിജിനലും ഡൂബിളി ലോകത്തെല്ലാം എന്നാ പിന്നെ ഇതും ഞാനും തർക്കിച്ചിട്ടുണ്ടല്ലോ. കയ്യും കണക്കെന്ന് പറഞ്ഞാൽ ജാലിയാവാലിന്റെ മാത്രമെന്ന് തർക്കിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ തീരുമാനം. ഡൽഹിയിലെ മുടി ശരിയല്ലാന്ന് അപ്പോൾ ഇവിടെ തോട്ടുനിൽക്കും പറഞ്ഞു. അത് നേരത്തെ കേൾപ്പിച്ചു. കേട്ടു. അപ്പൊ എന്തായാലും കുട്ടി ഒറിജിനൽ എന്ന് ഇവിടെ എന്ത് ചെയ്യണം? ഈ വ്യവസ്ഥയോടുകൂടെ മർക്കസിനെ മുടിക്കായിട്ട് നോക്കുന്നില്ല. അത് നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞു പറ്റിച്ചതാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ ഒരു വ്യക്തിയെ കുറിച്ചൊരു സംവാദമല്ല, ഒരു മുടിയെ കുറിച്ചൊരു സംവാദമല്ല, മൊത്തത്തിലൊരു ഒത്തുമ ഉണ്ടാകുക. ആ ഒത്തുമ നിങ്ങൾ വാദിക്കുന്നത് ഒരു ഷാറ് മുബാറക്ക് മുത്തുനബിൻ്റെതായാൽ പോരാ, അതുപോലെ സനദ് ഉണ്ടായാൽ പോരാ, AP ഉസ്താദ് കണ്ടാ പോരാ, ബാബു ഉസ്താദ് കണ്ടാ പോരാ, ചെറുസേരി ജനതിമൂലർ കാണണം, കണ്ടിട്ടില്ലെങ്കിൽ കത്തിക്കണം. ഈ ഒരു ഹുക്മ് ഇസ്ലാമിലില്ല. ആ ഹുക്മ് ഇല്ല എന്ന് സ്ഥിരപ്പെട്ടാൽ മർക്കസ് ഓട്ടോമാറ്റിക്കലി ഇസ്ലാമാന്ന് വരും. അത് പിന്നെ ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി മർക്കസ് ഡൂബിളെന്ന് വരും. നമുക്ക് മർക്കസിന്റെ ഹുക്മ് കിട്ടിയാൽ പോരെ, മർക്കസിന്റെ ഹുക്മ് കിട്ടിയാൽ പോരെ. മർക്കസിന്റെ ഒറിജിനലാ വ്യാജന പോരെ, അല്ലേ പോരെ. അതിന് പറ്റിയ നമ്മളിടയിൽ സംവാദം നടക്കാൻ പറ്റിയൊരു മാന്യമായ വർത്താനം ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ പറയുന്ന വ്യവസ്ഥ വെച്ച് സംവാദം നടത്തിയാൽ മർക്കസത്വവും തീരുമാനാവും, ബോംബിത്വവും തീരുമാനാവും, മഹാരാഷ്ട്രത്വവും തീരുമാനാവും. ഖദറജിന്റെ എത്ര ഉപ്പ ഞങ്ങൾ പറഞ്ഞത് എന്തിനാണ് ചിത്താന്തം പറഞ്ഞത്? നമുക്കിനി മർക്കസിന്റെ മുടി തീരുമാനമായി വേറൊരു മുടി മർക്കസിൽ നിന്ന് കുറെ വരാണ്ടേ, അതിനൊക്കെ നമ്മൾ സംവാദം നടത്തണ്ടേ? അത് അങ്ങനെ വരുമോ? ഇതിനൊക്കെ ടൈമില്ലേ? മറ്റൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടാ കൊണ്ടുവന്നത്, നിങ്ങളോട് പറഞ്ഞിട്ടല്ലോ കൊണ്ടുവന്നത്. ഇതിന്റെ ഒരു നിങ്ങൾ ഇപ്പൊ ബൊമ്മീന്റെ ഷുഗർ ഇങ്ങനെ കുറഞ്ഞ് അതിന്റെ സൂചി താഴത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അടുത്തതെത്തും. അപ്പൊ പിന്നെ ഷുഗർ കൂടും. അപ്പൊ അങ്ങനെ കൂടാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക? ഒരു തീരുമാനം എടുക്കുക. ഒരു സംവാദത്തിന് നമ്മൾ വ്യവസ്ഥ നിശ്ചയിച്ചാൽ ആ വ്യവസ്ഥ എന്ത് ചെയ്യണം? ലോകത്തെ എല്ലാ ഒറിജിനലും അതോടുകൂടെ വേർതിരിയണം, ലോകത്തെ എല്ലാ ഡൂബിലും വേർതിരിയണം. അതിൽ ഒന്നിരിക്കും മർക്കസിലെ മുടി ഒറിജിനലിൽ പെടും, മർക്കസിലെ മുടി ഒക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും പറയുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഇനിയൊരു തർക്കം എല്ലാക്കാനും കൂടിയാണ്. കാരണം ഞങ്ങൾക്കറിയാം നിങ്ങളെ. അതുകൊണ്ടാണ് അതിന് പറ്റിയൊരു സംവാദം. മർക്കസിലെ മുടി ഉൾപ്പെടെയുള്ള എല്ലാ ഒറിജിനലും ഒറിജിനലായി സ്ഥിരപ്പെടുത്താൻ, എല്ലാ ഡൂബ്ലിയായും സ്ഥിരപ്പെടുത്താനുള്ള ഒരു സംവാദമല്ല, 1000 സംവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. പച്ച മലയാളത്തിലാ പറയുന്നത്. ഇങ്ങനെ ആവർത്തിക്കുന്നത്. വേറെന്തൊരു സംശയം ചോദിച്ചോളൂ. പിന്നെ ഒരു 10 വരെ കിട്ടിയിട്ടുണ്ട്, അതിന് ഞങ്ങൾ മറുപടി കൊടുക്കും. അതെന്നെയാണെങ്കിൽ പറയണ്ട. ഉസ്താദ് പറഞ്ഞു മർക്കസിലെ മുടിക്ക് ഉസ്താദ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വരെ ചർച്ചയുണ്ടാകുന്നത് ഏത് ഹോട്ടലിന്റെ എവിടെ പോയാലും പരിചയം. അതെ ക്ഷമം തരാം. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ കുട്ടി ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട്ടെ മുടി, മർക്കസിലെ മുടി കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളടുത്തും തർക്കായി. മർക്കസിലെ മുടി കേരളത്തിലെ ഹിന്ദുക്കളടുത്ത് വരെ തർക്കായി. അതേ സമയത്ത് ഡൽഹിയിലെ മുടി തർക്കല്ല. അശ്വനിഷ്ടോ പറഞ്ഞു പരിസരത്ത് 20ഓളം ഫത്തീമാരെ സമീപിച്ചു. അവിടെ ഹിന്ദുക്കൾക്കും സംശയമില്ല. എന്താ നിങ്ങൾ അവിടെ എസ്കേസില്ല. ഇവിടെ എന്തുകൊണ്ടാണ് അത് തർക്കമായതറിഞ്ഞ് ഇങ്ങനത്തെ ഒരു കൗമുകളുള്ള കാലം? നിങ്ങൾക്ക് ഒന്നിരിക്കും അള്ള ഇതായിട്ട് തരിക, അല്ലെങ്കിൽ നിങ്ങളെ ശല്യത്തിൽ സമുദായത്തെ രക്ഷപ്പെടുത്തല്ലാതെ തർക്കം തീരാൻ വേറെ മാർഗമല്ല. അതന്നെയാണ് മാർഗം. ഇത് പറഞ്ഞെന്ന് പറയണ്ട. ഞങ്ങളെ ചിലവിലല്ല ഞങ്ങളിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞതെന്നെ പറയണ്ട. ഇത് പറഞ്ഞതിന് മറുപടി രണ്ട് ഉത്തരം പറയണ്ടാവും. ഞങ്ങൾ ഉത്തരം പറയാം. ഞങ്ങൾ പറഞ്ഞു സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ്. ലോകത്തിലുള്ള എല്ലാ ഷെയറുകാർക്കായി സ്ഥിരപ്പെടുത്താനും ലോകത്തെ എല്ലാ ഡൂബിളിയായി സ്ഥിരപ്പെടുത്താനുമുള്ള ആഴത്തമുള്ള സംവാദം, ആർജവത്വമുള്ള സംവാദം, സങ്കേതമുള്ള സംവാദം
സംവാദം, മന്ത്രിരോഗ്യമായ സംവാദം തയ്യാറുണ്ടോ സ്റ്റേഷുകാരാ? അതിനാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ മർക്കസ് സഖാഫത്ത് സുന്നിയായിലെ തിരുവേശം അത് ഭൂമിയാണെന്ന് പറയാൻ അല്ലാഹുവിന്റെ ദീനിലില്ലാത്ത ഇക്കാലം വരെയുള്ള ഒരു പണ്ഡിതനും പറയാത്ത, പരിശുദ്ധ ഇസ്ലാമിന്റെ 14 നൂറ്റാണ്ടുകാരുടെ ചരിത്രത്തിലില്ലാത്ത ഒരു പുതിയ കള്ളത്തരം ഇസ്ലാമിൽ നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ ഒട്ടിനെ വെച്ചിട്ടാണ് നിങ്ങൾ മർക്കസിലെ മുടി വ്യാജം എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിക്കുന്നത് കേട്ടോ? ആ അസിലെന്താണ്? മർക്കസിലെ മുടി എന്ന് മാത്രമല്ല, ലോകത്തെ എല്ലാ ഷെയർ മുബാറക്കാകണമെങ്കിൽ ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ തലവ് കണ്ടുപോകപ്പെടണമെന്നാണ് കേൾക്കുന്നത്. അത് ഇസ്ലാമിലില്ല, അത് മുസ്ലിങ്ങൾക്ക് പരിചയമുള്ളതല്ല. ഇല്ല, അങ്ങനെ ഒരു ഒട്ടുമില്ല. ഇത് സ്വീകാര്യമാണെങ്കിൽ എഴുത്തു തന്നോ, ഇനി വർത്താനല്ല. സ്വീകാര്യമാണെങ്കിൽ ഒരു വരി കടലാസിൽ എഴുതി തന്നോ. ലോകത്തെ എല്ലാ ഷെയർ മുബാറക്കായി സ്ഥിരപ്പെടുത്താൻ പറ്റിയ സംവാദം, ലോകപ്രതിനിധി രാജമുടിയായി സ്ഥിരപ്പെടുത്താൻ പറ്റിയ ഒരു സംവാദം, അതിന് ഞങ്ങൾ ഒരുക്കമാണ്. നിങ്ങൾ മർക്കസിലെ മുടി വ്യാജനാണെന്ന് പറയാൻ അല്ലാതെ മീനില്ലാത്ത കരിഞ്ചന്ത കൂട്ടിയിട്ടുണ്ട്. അത് ഇസ്ലാമിന് അന്യമായ മസലയാണ്. ആ മസല വെച്ചിട്ടാണ് നിങ്ങൾ ഇസ്ലാമിലെ ഒരു ഷെയർ മുബാറക്ക് നിഷേധിക്കുന്നത്. ഞണ്ട് അടുത്ത് എല്ലാവരും ചോദിച്ച അടുത്ത ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കുറെ ആളുകൾ കാത്തിരിച്ചാണ്, സമയം വളരെ ദോഷിക്കുന്നത്. അങ്ങനെ ചോദ്യം സ്ഥലങ്ങളൊക്കെ എനിക്ക് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതിന്റെ ഇടയിൽ വെച്ച് നിങ്ങൾ എന്നോട് ചോദ്യം പൂർണ്ണമായതിനു ശേഷം ആ പറഞ്ഞോ എന്നോട് മുന്നോട്ട് പറഞ്ഞു. അത് പൂർണ്ണം കേൾക്കുന്നത് എനിക്ക് ഞാൻ ഇബ്രാഹിം എന്നെ പേര് ഇബ്രാഹിം എന്നാണ് പേര്. സ്ഥലം പറഞ്ഞു അതിനൊന്നും വിഷയമില്ല. പറഞ്ഞു എനിക്കിപ്പോ സംസ്ഥയുടെ ഒരു വിശ്വാസമില്ല. സംസ്ഥ കേരള ജനീയത്തിലെ ആ സംസ്ഥയുടെ ഒരു പ്രവർത്തകൻ. ഞാൻ പറഞ്ഞ വിഷയം പറയും. ചോദിക്കാനുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്, സംസ്ഥ കേരള ജനീയത്തിൽ പറഞ്ഞ് ഉണ്ടാക്കിയ കാലം തൊട്ട് ഇന്ന് വരെ സുന്നത്തിനെതിരെ വന്ന പ്രസ്ഥാനങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നൂറുപ തരീക്കത്ത്, മറ്റേ തരീക്കത്ത്. ചോദ്യം പറയാണ്ടായിരിക്കും. അല്ല, നിങ്ങൾ ആണെന്നും പറയുന്നില്ല, പ്രസംഗിക്കാൻ പറ്റില്ല. അതല്ല, നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും പറയും. ഈ ചോദ്യം ചോദ്യം ബോധ്യാണ് പറയുന്നത്. അവർക്ക് ശരിയാണ് ബോധിക്കുന്നതാണ് പറയുന്നത്. ശരിയായിട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചോദ്യം അറിയാൻ പറയും. അപ്പൊ അങ്ങനെ പ്രതിയോഗിക്കാൻ കഴിയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയാണ് സമസ്തകാല. ആ ഉടമ സംഘടനയാണ് നൂറുപ തരീക്കത്ത് തെറ്റാണെന്ന് പറയാൻ കാരണം നമ്മുടെ കുട്ടിക്കാട് ഗംഗാനൂരിയ അത് തെറ്റാണെന്ന് പറയാൻ ഒരു സമൂഹത്തിൽ തയ്യാറാക്കി സമസ്തകാല പറഞ്ഞു. എന്നതുപോലെ ഇപ്പോ ഒരു മുടി വ്യാജമാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ പറയുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് ആളുകൾ ഈ വിഷയത്തെ നമ്മൾ മറ്റു പ്രസ്ഥാനങ്ങളെക്കാൾ അധികം ശത്രുക്കളാണ്. ഇതിനെ നേതാക്കന്മാരായ നിങ്ങൾ ഇവിടെ നേരത്തെ എസ്എഫിന്റെ സുഹൃത്ത് ഒരു തത്വം നിങ്ങൾ പറയാനാണ്. അതിന് നമ്മൾ ഇവിടുന്ന് മറുപടി പറയുന്നത്, ഈ കേരളത്തിലുള്ള മുസ്ലിമുള്ള ഈ മീഡിയ സംബന്ധിച്ച് മലപ്പുറത്തിലുള്ള മീഡിയ സംബന്ധിച്ചല്ല, നമ്മൾ മറുഭാഗത്തിന്റെ മേലുണ്ട് എന്നുള്ള പക്ഷത്തേക്ക് വായിപ്പിക്കാം. നിങ്ങളെ ചോദ്യം പറയും. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടാൻ നിങ്ങൾ ചെയ്യുന്നൊരു മാർഗം? ഇത് സമൂഹത്തിന്റെ ഇത് വലിയ ഒരു തെറ്റിലേക്കാണ് നിങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നത്. ഞാൻ പറയുന്ന സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ ഇന്നുവരെ കൈകൊണ്ട മുഴുവൻ നിലപാടുകൾക്കുമെതിരെയാണ് ഇപ്പോഴുള്ള സമസ്ത എന്ന പേരിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ പറഞ്ഞ സംഘടന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തുടങ്ങിയ ആ സമസ്ത ഇന്നുണ്ടെങ്കിൽ അത് താജുൽ ഉലമയും കാന്തപുരം ഉസ്താദും നേതൃത്വം നൽകുന്നതും മാത്രമാകുന്ന
ഉള്ളൂ, വേറെ ഒരു സമസ്ത ഒന്നും നിലവിലില്ല. ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ആ സമസ്ത EK മുബക്കർ മുസ്ലിയാർ പോലും നിങ്ങളെ പറഞ്ഞ EK ഉസ്താദിന്റെ ആശയങ്ങളോട് പോലും ഇന്ന് SKSSനോ ഇന്ന് ചെറുശ്ശേരി ജനതയുടെ നേതൃത്വം എന്ന സമസ്തക്കോ യാതൊരുവിധ പ്രതിബദ്ധതയുമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ നോക്ക്, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ വിദ്യാർത്ഥികാരെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. പറഞ്ഞില്ലേ ഇതെന്താ സാധനം? ഇത് പ്രബോധനമാണ്. ഈ പ്രബോധനം ആരുടെ വാരികയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണിത്. ശരിക്കും ശ്രദ്ധിച്ചോ? ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം. ഈ പത്രത്തിന്റെ പ്രത്യേകത ഉണ്ടായില്ലെങ്കിൽ ഈ പത്രത്തിന്റെ പ്രത്യേകത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിച്ചു പോകുമെന്ന് എഴുതി വെച്ച പത്രം. ഈ പത്രം നിങ്ങളൊന്ന് നോക്കേ. ഇതിലാരാ പുഞ്ചിരിച്ചിരിക്കുന്നത്? ബഹാവുദ്ദീൻ നബവി. പ്രബോധനത്തിൽ എങ്ങനെ സമസ്തന്റെ നേതാവ് എത്തിയത്? കാന്തപുരത്തെ കുറ്റം പറയാൻ വേണ്ടി നിങ്ങൾ തന്നെ പറഞ്ഞ് വിദ്യത്തിനെ പ്രതിരോധിക്കാൻ ആ സമസ്ത ഉണ്ടാക്കിയത്. പിന്നെ എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പത്രത്തിൽ ഈ സമസ്തയുടെ നേതാവെത്തി എന്ന് ബഹുമാനപ്പെട്ട ശംസുലമാ പത്ര കൊടുക്കുന്നത് ജമാഅത്തിന് മുമ്പ് പ്രസംഗിക്കാൻ പാടില്ലെന്നാണ്. നിങ്ങളെല്ലാ സ്ഥലത്തും പ്രസംഗിക്കുന്നു. ഇനി നിങ്ങൾ കേൾക്കണോ? ഇപ്പൊ നിങ്ങളതാ 110 കോടി ചിലവഴിച്ച് ഒരു ചാനൽ SKSSന്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു. അതിന്റെ ഒരു സീഡ് തന്നെ ഇവിടെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ കാണണം. എന്താ നിങ്ങൾ SKSS തുടങ്ങാൻ പോകുന്ന ചാനലിൽ 15 മുതൽ 35 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് പാട്ട് പാടാനത്രേ, നൃത്തം ചെലുത്താനത്രേ ഒരു നിബന്ധനയേ ഉള്ളൂ. പാട്ട് പാടുന്നവർക്ക് അതുപോലെ തന്നെ SKSSന്റെ കീഴിലെ ചാനലിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ മുഖവും മറക്കണം. ബാക്കിയൊക്കെ റെഡിയാണെന്നാ പറഞ്ഞത്. മുഖവും ഇല്ലാത്തൊക്കെ മറക്കണം. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ശംസുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ അനുവദിക്കുമോ? അതുകൊണ്ട് ഇന്ന് ശംസുലമ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന പണി SKSS തിരിച്ചുവിടലായിരിക്കും കേട്ടോ. അതുകൊണ്ട് സമസ്ത ഉണ്ടാക്കിയ ലക്ഷ്യത്തിലല്ല ഇന്ന് അപ്പുറത്തെ സമസ്ത ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാ വിഷയത്തിലും നിങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഉസ്താദ് പ്രസിഡന്റായപ്പോ അന്ന് വൈസ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, അന്ന് ജനറൽ സെക്രട്ടറി ആയപ്പോ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, ഇവരാണ് ഈ ബഹുമാനപ്പെട്ട സമസ്തയെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് സമസ്തയുടെ പണി എന്താ പറയുന്നത്? ഇതിന്റെ അടിസ്ഥാനം തെളിയിക്കപ്പെടുന്നത് വരെ അവരും രാജാവ് പറഞ്ഞിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനം തെളിയിക്കപ്പെടുന്നവരെ എന്തിനാകെന്നാണ് എന്തി എന്ന് പറയപ്പെടുന്ന സമസ്ത എന്ന് പറഞ്ഞത്. നിങ്ങൾ കൃത്യമായി പറയുന്നു, അതിനെ SKSS എടുക്കണമെങ്കിൽ സനത് കണ്ട് ബോധ്യപ്പെടണമെന്നാണ്. സനത് കണ്ടാ പോരാ, എസ്കക്കാരൻ കാണണം. ആ എസ്കക്കാരൻ എന്ത് ചെയ്യണം? കൈമാറ്റ പരമ്പര കണ്ടാലേ സ്വീകരിക്കാവുന്ന പറഞ്ഞത്. ഇത് മുസ്ലിമീങ്ങൾക്ക് ാർ കണ്ടാലേ സ്വീകരിക്കാവുന്ന ദീനില്ലാത്ത റസൂലുണ്ടാക്കിയതെന്നതാണ്. അതുകൊണ്ട് പോംബെയിലെ പറഞ്ഞു തരാം. എന്താണ് എന്നറിയോ? ഒരു വാദപ്രതിവാദം നടക്കട്ടെ. ആ വാദപ്രതിവാദത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് മർക്കസിലെ ഷെയർ മുബാറക്ക് വ്യാജമാണെന്ന് പറഞ്ഞത്. ആ അടിസ്ഥാന കാരണം ചർച്ച ചെയ്യണം. അതെന്താ? സനത് കിട്ടിയാണ്. സംശുദ്ധമായ വരത്തേറ്റ് കിട്ടാത്ത ആളുകളുള്ള കൈമാറ്റ പരമ്പരയുള്ള സനത് കണ്ട് എസ്കക്കാർക്ക് ബോധ്യപ്പെട്ടാലേ സ്വീകരിക്കുമെന്ന പോസ്റ്റിന്റെ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു. അത് വാദപ്രതിവാദം നടക്കേണ്ടത് അതിനെ സംബന്ധിച്ചാണ്. ആ ഒരു വാദപ്രതിവാദം കൂടി നടക്കുമ്പോൾ മർക്കത്തിന് മുടിയും എല്ലാ മുടിയുടെയും കഥ വരും. അല്ലാതെ മർക്കത്ത് പറ്റില്ല നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് പറ്റുമെന്നാണ് ഇനി ആവശ്യമില്ല, അത് ചോദ്യമില്ല. വാദപ്രതിവാദത്തിന് നിങ്ങളേക്ക് മറുപടി കൊടുക്കും. നിങ്ങളെന്ന് മറുപടി പറഞ്ഞു, നിങ്ങൾ വ്യാജമാണെന്ന് പറഞ്ഞു. എല്ലാവരും അതിന്റെ അസുലടക്കം തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളും അതിന് തയ്യാറാവുക. ഇനി മറ്റു അതിന്റെ ആവശ്യമില്ല. സംസ്ഥാന ജമീയത്തിന്റെ ഇവിടെ രൂപീകരിച്ചതിനു ശേഷം മന്ത്രിസഭയ്ക്കെതിരെയൊക്കെ പ്രവർത്തിച്ചു, മന്ത്രിസഭയ്ക്കെതിരെ തീരുമാനങ്ങളെടുത്തു എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഈ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു പ്രവർത്തകന് അത് സംബന്ധമായി അല്പം പറയാനുണ്ട്. അത് എല്ലാവർക്കും കേൾക്കാവുന്നതാണ്, അദ്ദേഹത്തിന് കൂടി കേൾക്കാവുന്നതാണ്. 2 കിലോമീറ്റർ അവിടെ ചോദിച്ചത് അയാൾ പറയട്ടെ. സമസ്ത ഈക്കോ വിഭാഗം മുൻസാപേക്ഷത്തിന്റെ വെള്ളപ്പുറത്തിലാണ് ഇയാൾ പറഞ്ഞത്. ഇയാളോട് ഈ ചോദിക്കുന്നത് അൽ-മദ്രസത്തുൽ ഇസ്ലാമിയ മദ്രസയിൽ അതിന്റെ പ്രസിഡന്റ് ആരാ? മുൻസാപരീക്കത്ത് പിരമിഡ് മാജി മുൻസാപരീക്കത്തിന്റെ ആളല്ലേ?
നിങ്ങൾ ഈശോ വിഭാഗമാണ് അതിന്റെ നേതൃത്വത്തിൽ സമസ്തന്റെ മതിലിങ്ങലും മദ്രസ് നിങ്ങളെന്താണ് പറഞ്ഞത്? അവിടെ നിസ്കാരപ്പള്ളിയിൽ ഇപ്പോഴും ഇമാമായിട്ട് യൂണിഫോണ്ടാണ് തലമുറ എന്നൊരു സ്ഥലത്ത് SKS മുഖാമുഖം വെച്ചിട്ട് അതിനകത്ത് മാറി അത് വേറെ. അങ്ങനെ അന്ന് ഞാൻ ചോദിച്ചു നീരസാപരീക്കത്തുകാരെ പൊരുൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് അവസ്ഥ അന്ന് പൈസ അടവല്ല പേരറിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞ നീരസാപരീക്കത്തുകാർ നിസ്കരിച്ചാല് നിസ്കാരം ശരിയാവും, പൊരുൾ നിസ്കാരം ശരിയാവില്ല. അത്രയും കാലമുള്ള ആളുകൾ റാബീസിനും അതുപോലെ എത്രയോ പെരുന്നാളിനൊക്കെ നിയന്ത്രണം, പെരുന്നാൾ സ്പോർട്സിനും ജമാഅത്തിനൊക്കെ നിയന്ത്രണം നൽകുന്നുണ്ട്. ആ നാട്ടിലെ നിസ്കരിച്ച ആൾക്കാരുടെ അവസ്ഥ ഈ കേസ് എന്താണ് പറയാനുള്ളത്? അതെ, മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മുസീബത്തുണ്ടാക്കുന്നത് ഈ ചങ്ങാതിമാര് തന്നെയാകുന്നു, ഒരു തർക്കവുമില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയുമ്പോൾ നേതൃത്വം ഒന്നേ ഉള്ളൂ, അത് താജുലമയുടെ നേതൃത്വം, അതേ കമറുലമയുടെ നേതൃത്വം. കണ്ടങ്ങളെ ഈ ബുക്കിലല്ലണ്ട് കൂട്ടായ്മ കണ്ടോളൂ. ഇതിലാരൊക്കെ ഒന്ന് നോക്കി വായിച്ചു നോക്കി. ഒരു ശരി വേദിമോലുണ്ട്, മഹാവതി ബിരിയാനുണ്ട്, സലാം സുല്ലമുണ്ട്, ഓർദുള്ളുണ്ട്. എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് സമസ്ത ആ പേര് പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടല്ലോ നിങ്ങളെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ അബദ്ധമാണ്. ഞാൻ എന്നെ പറയുന്നത് വേറെ വല്ല ചോദ്യം ചോദിച്ചു ഇല്ല. അൽഹംദുലില്ലാഹ് ഈ സംവാദം അല്ലാഹു തആല വലിയ വിജയമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി എല്ലാവരും ഉസ്താദുമാരൊന്ന് ദ്വാരക്കുന്നു. ഇൻഷാ അല്ലാഹ് അമ്പലക്കിണറടക്കമുള്ളവർ ഇങ്ങനെ സുതാര്യമായ ഒരു ചോദ്യം ചോദിച്ച് മുഖാമുഖം കൊടുത്താൽ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ബഹുമാനപ്പെട്ട താനാളൂർ അബ്ദുസ്താദുകളുണ്ട്. അല്ലാഹുത്താല ദീർഘായുസ്സ് മനസ്സിലേക്ക് നൽകുമാറാകട്ടെ. ഉസ്താദ് അവരുകൾ വരുന്നു. എല്ലാവരും ആ വഴിയൊന്ന് മാറിക്കൊടുക്കാം. ഉസ്താദ് അവരുകൾ വേദിയിലേക്ക് ഉസ്താദ് അബ്ദുസ്താദുകൾക്ക് എല്ലാവരും മാറിക്കൊടുക്കും. ഉസ്താദ് എല്ലാവരും പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളെ ഓരോ അനുഭവവും നിങ്ങൾ കാത്തിരിക്കുന്നു. അമ്പലക്കിടത് ബോംബെയോ ഹദ്രസിയോ ഓടിച്ചു വന്നിന്ത്യയാൽ പിന്നാലെ നിങ്ങളെ മുഴുവൻ സംസ്ഥാനവും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യാതൊരു തർക്കവും വേണ്ട. മുൻപിൽ നമുക്കൊന്ന് കാണണം. നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഉസ്താദ് അവരുകൾ വരുന്നു. ഉസ്താദ് അവരുകൾ ആവശ്യത്തിൽ ക്യാമറ ഉസ്താദ് മാത്രം ഉസ്താദ് അവരുകൾ ദുആഇയും ഉസ്താദ് അവരുടെ ദുആഇന് ശേഷമേ നിങ്ങൾ പോകാവൂ. അല്ലാഹു തആല ഈ പരിപാടി സംഘടിപ്പിച്ചതിലേക്ക് ഒരുപാട് ചെലവുണ്ട് നിങ്ങൾക്കറിയാം. എല്ലാവരും